AR ആകാശിൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ ഞാൻ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം വോട്ട് ചെയ്ത് ആർക്കാണ് അത് മസ്റ്റ് കമൻറ്റാണ് ചെയ്യേണ്ടത്. കമൻറ്റിലൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ജാസ്മിനാണെങ്കിൽ ജാസൂ ജാസു സീജോ സീജോ, പിന്നെ അതുപോലെ ജിൻഡോ ജിൻഡോ, പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ പേരുണ്ട്. 7 പേരാണുള്ളത്. 7 പേര് മസ്റ്റ് കമൻറ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കിഴങ്ങേശ്വരന്മാർ ചെയ്യണേക്കാട്ടി ഏറ്റവും അപ്ഡേറ്റ് കറക്റ്റ് ലൈവ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നേ വരെ ആരും പൈസ മേടിക്കുക കറക്റ്റ് ചാനൽ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ് AR ആകാശ് എന്ന് പറയുന്നത്. കേരളക്കരയാകെ ജനങ്ങളെ ഏറ്റെടുത്ത ഒരു വ്യക്തി തന്നെയാണ് AR ആകാശ്. അത് യാതൊരു മാറ്റമില്ല. ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ പറയട്ടെ പ്ലീസ്, ഒരു ഇൻ്റർവ്യൂ കൂടെ. ഓക്കെ, നമുക്കൊരു ഇൻ്റർവ്യൂ കൂടെ പറയുന്ന വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, AR ആകാശിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ കറക്റ്റ് അപ്ഡേറ്റാണ് കൊടുക്കുന്നത്. മണിക്കൂറുകൾ വെച്ചിട്ട് ഓരോ നിമിഷ നേരങ്ങൾ കൊണ്ട് കറക്റ്റ് അപ്ഡേറ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചാനലിൽ പോയി നോക്കിയാലും കാണാം. അവരെയും കാട്ടി ഏറ്റവും കറക്റ്റ് അപ്ഡേറ്റാണ് കൊടുക്കുന്നത്. എനിക്ക് കള്ളമോ വെള്ളമോ പാലോ ചേർക്കാൻ ആർക്കും എനിക്ക് ആഗ്രഹമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റയിലേക്കാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ബയോഡേറ്റ കാര്യങ്ങൾ കൊടുത്തത്. ഞാനൊരു കാര്യം ചെയ്തിട്ട് കുറച്ച് പേര് വന്നിട്ട് കമൻറ്റിടെയാണ് ഞാൻ ആരെയും വെള്ള പൂശിക്കൊണ്ട് ഞാനിത് ആരുടെ വെള്ള പൂശി ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റ് വാങ്ങിച്ചുകൊണ്ട് ജാസ്മിനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ ജിൻ്റെ വെള്ള പൂശി, അങ്ങനെ ഞാൻ എല്ലാവരെയും പൂശിക്കൊണ്ടിരിക്കുക. എന്തോന്നുണ്ട് പറഞ്ഞൊരു പരിധിയില്ലേ. ഞാനിതിൽ പൂശിയിട്ട് എനിക്കെന്ത് ചെയ്യാനാണ്? ഞാൻ ചെയ്യണ കറക്റ്റ് പക്ക കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത്. അല്ലാതെ എനിക്കിന്ന് ജാസ്മിന് വെള്ള പൂശാനോ അതുപോലെ തന്നെ ജിൻ്റെ വെള്ള പൂശാനോ എനിക്ക് യാതൊരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അപ്ഡേറ്റ് എൻ്റെ ചെന്നൈയിലെ എൻ്റെ സുഹൃത്തായ ചൊക്കലിങ്ക് എനിക്ക് അയച്ചു തരുന്നു. ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ വെള്ളമോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഈ വോട്ടിംഗ് ഇടുള്ളൂ. കാര്യം അത് പറയണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരങ്ങൾ കാണിച്ച് ഒരുപാട് പേര് അതിൽ നിൽക്കുന്നുണ്ട്. ഈ പവർ റൂമിനകത്തായാലും അല്ലാതെ ആയാലും വെറുതെ കള്ളത്തരം കാണിച്ച് വെറുതെ ഈ വോട്ട് കിട്ടാനുള്ള ഒരു ഇതിൽ പവർ റൂമിൻ്റെയൊക്കെ ഈ ബലത്തിൽ ഇഷ്ടംപോലെ പേര് വെറുതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാൻ ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് യാതൊരു തരത്തിലുള്ള ആരും വെള്ള പൂശാനോ അതൊന്നും അല്ല. വേറെ കറക്റ്റ് ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇപ്പോൾ BB6 നേരത്തേത് ജാസ്മിനായിരുന്നു മുന്നിൽ. ഇപ്പം ജാസ്മിൻ്റെ ഒരു പടയോട്ടം ഞാൻ നേരത്തെ ഒരു നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ്റെ ഒരു വലിയ പടയോട്ടം. ഈ പടയോട്ടത്തിൻ്റെ തോൽവിക്ക് ജാസ്മിൻ കാരണം വേറെ ആരുമല്ല, സോഷ്യൽ മീഡിയയിലുള്ള ഒരു ബുള്ളിങ് മാത്രമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറയുകയാണെങ്കിൽ ജാസ്മിന് വെള്ളം പൂശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഏഷ്യൻ പെയിൻറ്റ് പിന്നെ അപ്പെക്സ് അൾട്ടിമേറ്റ് പെയിൻറ്റൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാങ്ങിച്ച് പൂശിക്കൊണ്ടിരിക്കുക ഇവിടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബിന് എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവർ ജെന്യൂൻ ആൾക്കാരാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ ഞാൻ ജെന്യൂനായിട്ട് കാര്യമല്ലേ പറയാവൂ. അല്ല, നിങ്ങൾ പറ, ഞാൻ ജെന്യൂൻ കാര്യം പറഞ്ഞാലല്ലേ നിങ്ങൾ ജെന്യൂനായിട്ട് കേൾക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ ഇപ്പം ജാസ്മിനെ എടുത്തിട്ട് ഞാൻ എത്ര പോസിറ്റീവ് പറഞ്ഞാലും നിങ്ങളല്ലേ കാണുന്നത് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റേതായ ഒരു മാന്യത മനസ്സിലാക്കണം. സോ ഗൈസ്, നമുക്ക് കറക്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം. സോ ഫസ്റ്റ് ജാസ്മിനാണ്. ജാസ്മിൻ എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ 2ാം സ്ഥാനത്താണ് ഇപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വേരിയേഷനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും എന്ന് വെച്ചാൽ അവരെ വോട്ടിങ്ങിൻ്റെ രീതിയിൽ ഇപ്പോൾ ഗബ്രി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജിൻഡോ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ജാസ്മിൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ജാസ്മിൻ്റെ വോട്ടിംഗ് എന്ന് വെച്ചാൽ 3,33,234 വോട്ടാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഇപ്പം കുറച്ച് മുന്നേറുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് ജാസ്മിൻ്റെ ഒരു പടയോട്ടം. രണ്ടുപേരും ഒരേപോലെയാണ് പടയോടുന്നത്. വേറെ യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പടയോടുന്നുണ്ട്. പക്ഷേ ഈ ജാസ്മിനെയും ജിൻഡോയും തമ്മിലുള്ള താരതമ്യത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ജാസ്മിൻ വെള്ളപൂശി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വെച്ചാൽ ജാസ്മിൻ വന്ന സമയത്ത് പ്രേക്ഷകർക്ക് എന്നെ തന്നെ പറഞ്ഞതാണ്, എനിക്ക് ജാസ്മിൻ വന്ന സമയത്ത് ജാസ്മിൻ്റെ ഗെയിമോ കാര്യങ്ങളോ യാതൊരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഒരു ബെസ്റ്റ് കോംബോയാണ് ജാസ്മിൻ എടുത്തത്. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്. അല്ലാതെ ജാസ്മിൻ ഞാൻ വെള്ളപൂശിയിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ വെള്ളപൂശി എങ്ങനെയാണ് ജാസ്മിൻ്റെ ക്യാരക്ടർ ആദ്യമൊക്കെ വളരെ മോശമായിരുന്നു. കാര്യം ആ ഗബ്രി കോംബോ, പിന്നെ ആ കോംബോ ജാസ്മിൻ തന്നെയാണ് മാറ്റി അതൊരു നല്ലൊരു ഗുഡ് കോംബോ ആക്കി മാറ്റി. കാര്യം എന്ന് വെച്ചാൽ ആ കോംബോ പോയതിനു ശേഷം ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഒറ്റയ്ക്ക് നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജാസ്മിൻ നല്ല രീതിയിലുള്ള മുന്നോട്ട് നല്ല ഗെയിമുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ജനമനസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ജനമനസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് തന്നെ ജാസ്മിന് ഒത്തിരി നെഗറ്റീവ് വരുന്നുണ്ട്. ഈ നെഗറ്റീവ് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അകത്ത് പോസിറ്റീവിൽ വരുന്നുണ്ടെങ്കിൽ പോലും പുറത്ത് ജാസ്മിൻ നെഗറ്റീവാണ്. ഫോർ എക്സാമ്പിൾ, ഗബ്രിയുടെ നിക്കർ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് കുറച്ച് ടീമുകൾ വന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ എന്തിനാണ് ഗബ്രിയുടെ നിക്കർ മാറ്റി വെച്ചത്? ജാസ്മിൻ്റെ ഗബ്രി നിക്കർ മാറ്റി വയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗബ്രിയുടെ നിക്കർ, പിന്നെ ഗബ്രിയുടെ ഫോട്ടോ, അങ്ങനെ ഗബ്രിയുടെ ഒക്കെ എടുത്ത് മാറ്റി വെച്ച് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു കോംബോ ആയിട്ട് വന്നതാണ്. അങ്ങനെ ഇവർ തമ്മിൽ നിൽക്കാൻ വേണ്ടി കാണിച്ച സംഭവമാണ്. അപ്പോഴത്തേക്ക് എന്തിന് നിക്കറെടുത്തു, അതുപോലെ തന്നെ എന്തിന് ഇത് ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചു, അങ്ങനെ ഒത്തിരി കമൻറ്റുകളൊക്കെ ബാഡ് രീതിയിലുള്ള സ്റ്റിക്കർ, അങ്ങനെ ജാസ്മിന് ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ജാസ്മിൻ്റെ ബാപ്പയുടെ വോയിസ് റെക്കോർഡ് സിജോ, ഞാൻ അതാണ് പറയുന്നത്. ഇപ്പോൾ ജാസ്മിന് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ പുള്ളി നടത്തുള്ളൂ. നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. നമ്മുടെ ഇവൻ്റെ പേര് ഞാൻ പറഞ്ഞു, സായി ഹൗസിൽ പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഇന്നേ വരെ ലീക്കാവാത്ത വോയിസ് റെക്കോർഡ് എങ്ങനെ ഗ്രാൻഡ് ഫിനാലയോട്ട് അടുത്തപ്പോൾ ലീക്കായി? എൻ്റെ ചോദ്യം അതാണ്. ഇത്രയും ദിവസം ലീക്കാവാത്ത വോയിസ് റെക്കോർഡ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ടരികെ നിൽക്കുമ്പോൾ അത് ലീക്കാവുന്നു.
അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ലീക്കാവുന്നു. പിന്നെ ഇത്രയും ദിവസം വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇല്ലാതിരുന്നാൽ നമ്മുടെ ആരാ സിബിന് വലിയ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ജാസ്മിൻ അങ്ങനെയല്ല ബ്രോ, ഞാൻ അവസാനം പറഞ്ഞിരുന്നിട്ട് സിബിൻ ഇപ്പം പറയാണ് എൻ്റെ ഗെയിമൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ജാസ്മിനെതിരെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ നമ്പർ 1 മീഡിയയായ ഹൈദരലി മീഡിയയ്ക്ക് തന്നെ കൊടുക്കുന്നു. കാര്യം വേറെ ഒരു മീഡിയയ്ക്ക് കൊടുത്തില്ല. ഇത്രയും നല്ല പോപ്പുലറായി ടി സീരീസ് പോലത്തെ ഒരു മീഡിയ ഒന്നാണ്, അത് ഒരുപാട് പേര് കാണുന്നൊരു മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തിന് അങ്ങനെ കൊടുത്തു എന്നൊരു ചോദ്യം എനിക്ക് ഇരിപ്പുണ്ട്. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഗ്രാൻഡ് ഫിനാലെ അടുത്തപ്പോൾ മാത്രമാണ് നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് മാത്രം ആയിക്കൊണ്ടിരുന്ന ആരാ ജാസ്മിൻ ഒരുപാട് എന്ന് വെച്ചാൽ അത്രത്തോളം നെഗറ്റീവായിരുന്നു. ജാസ്മിൻ വന്ന സമയത്ത് ഒത്തിരി നെഗറ്റീവായിരുന്നു. അപ്പോൾ ആ നെഗറ്റീവൊക്കെ ജാസ്മിൻ മാറ്റി, ജാസ്മിൻ്റെ വീട്ടിലുള്ള എല്ലാവരും ജാസ്മിൻ പോസിറ്റീവാക്കി മാറ്റിയ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ മൊത്തത്തിൽ തന്നെ നടന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് സോഷ്യൽ മീഡിയയിൽ നല്ല ബുള്ളിങ് നടന്ന് ഇപ്പം ജാസ്മിൻ നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജാസ്മിൻ തന്നെയാണ്, വേറെ മാറ്റമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എടുത്താലും നിങ്ങൾ ഉപയോഗിച്ചാലും ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് നോക്കിയാൽ മാത്രം മതിയാവും. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കണ്ടൻറ്റും കാര്യങ്ങൾ ഈ BB6 ഇഷ്ടം പോലെ കണ്ടൻറ്റ് കൊടുത്തത് ജാസ്മിനാണ്. അപ്പോൾ അതുകൊണ്ട് പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തോന്നു വെള്ള പൂശുന്നു പറഞ്ഞ് എൻ്റെ അടുത്ത് ഇത് കൊണടിക്കാൻ വരുന്നു എല്ലാവരും കൂടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും വെള്ള പൂശിയില്ല. അപ്പോൾ ഒന്നാമത്തെ എനിക്ക് വെള്ള പൂശിയിട്ട് എന്താണ് എനിക്ക് വെള്ള പൂശിയിട്ട് എന്തിനാണ്? നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ആദ്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണം. എന്നിട്ട് ഞാനും ജാസ്മിനും ഫ്രണ്ടാണോ നോക്കണം. ജാസ്മിന് ഞാൻ മാത്രമല്ല, ബിഗ് ബോസിൽ ആരെങ്കിലും ഫ്രണ്ടാണോ നോക്കണം. എന്നവരെ എനിക്കിതിൻ്റെ അകത്തുള്ള ആരെയും അറിഞ്ഞു. അതുകൊണ്ട് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഇപ്പം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒരാൾ മാറിയെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരുടെ ഒരു മാറ്റത്തെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. അല്ലാതെ പിന്നെ ആ പഴയ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ആ പുള്ളിക്കാരിയെ പിന്നെ വലിച്ച് കീറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ്, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ജാസ്മിനാണോ വോട്ടിട്ടെങ്കിൽ നിങ്ങൾ ജാസ്മിൻ എന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സ് നിറയ്ക്കണം. ഈ ഹേറ്റേഴ്സ് കാണട്ടെ സുഹൃത്തുക്കളെ, എല്ലാവരും കാണട്ടെ. കാര്യം നിങ്ങൾ ജാസ്മിനാണ് വോട്ടിട്ടെന്ന് എല്ലാവരും അറിയട്ടെ, 10 പേര് അറിയട്ടെ. എല്ലാവരും പറയുന്നത് ഞാൻ ജാസ്മിൻ്റെ ടീമിൻ്റെ നിന്ന് ക്യാഷൊക്കെ മേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതെ, ഞാൻ ജാസ്മിൻ്റെ ടീമിൽ നിന്ന് ക്യാഷ് മേടിച്ച് ഞാൻ ടൺ കണക്കിനാണ് മേടിച്ചത്. പിന്നെ പോണടവ് എനിക്ക് ഇന്ന് വരെ ആരും പൈസ തരില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കമൻറ്റ് ബോക്സൊക്കെ അല്ലെന്ന് ഞാൻ എപ്പോഴും ഓൺ ആക്കിയിട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവരും എല്ലാം പറയാം. കുറേ പേര് വന്ന് പറയുന്നത് ജാസ്മിന് ഞാൻ പൈസ മേടിച്ചിട്ട് പറയുന്നു. കുറേ പേര് പറഞ്ഞു ഞാൻ ജാസ്മിന് വെള്ള പൂശുന്നു. പുള്ളിക്കാരി ഒന്നാമത് നല്ല വെളുപ്പമല്ല, ഞാൻ എന്തിനാണ് വെള്ളമായിട്ട് പൂശുന്നത്, നിങ്ങൾ തന്നെ പറ. സോ ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇന്നേ വരെ ഞാൻ ആരെയും പൈസ മേടിക്കാനോ അതുപോലെ തന്നെ ഇന്നേ വരെ യാതൊരു തരത്തിലുള്ളൊരു കള്ളത്തരമോ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കറക്റ്റ് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കൂടാതെ തന്നെ ആ ഗെയിം നിങ്ങൾക്ക് എടുത്താൽ തന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനിതിൽ എനിക്കൊരാളെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ തന്നെ കാണുന്നതല്ലേ, നിങ്ങളാദ്യം സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ആദ്യം നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷേ ആ നെഗറ്റീവ് മാറി പോസിറ്റീവ് ആവും, നമ്മളതിനെ മാനിക്കാനും ചിന്തിക്കാനും അത് പഠിക്കണം. ഇത് പോസിറ്റീവ് ആയിട്ട് പോലും ആ പുള്ളിക്കാരിയെ സൈബർ ബുള്ളിങ് നടത്തുന്നതിന് കുതിരയാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം അത്രത്തോളം നെഗറ്റീവ് മാറി പോസിറ്റീവായ കുട്ടിയല്ലേ. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റമാണ് നമ്മൾ കാണേണ്ടത്. സോ ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ ഈ ജാസ്മിൻ വന്ന സമയത്ത് തന്നെ ജിൻഡോയെ പോലെ തന്നെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് പോയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു വെച്ച് പുള്ളിക്കാർ കപ്പെടുത്തിരിക്കും, യാതൊരു മാറ്റമില്ല. കാര്യം ഇത്രത്തോളം കണ്ടൻറ്റ് കൊടുത്ത വ്യക്തി വേറെ ആരുമല്ല, ജാസ്മിൻ തന്നെയാണ്. ഇഷ്ടംപോലെ കണ്ടൻറ്റ് കൊടുത്തത്, ഇഷ്ടംപോലെ കണ്ടൻറ്റിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ വീട്ടുകാർ തമ്മിലുള്ള സംസാരം, അങ്ങനെ തന്നെ നിരവധി കണ്ടൻറ്റ് കൊടുത്ത വ്യക്തി തന്നെയാണ് ജാസ്മിൻ. സോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാസ്മിൻ കപ്പടിക്കാൻ അർഹത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അർഹതയുണ്ട്. കാര്യം ഒരുപാട് സ്ഥലത്ത് ജാസ്മിൻ ഡൗൺ ആയിട്ടുണ്ട്. കാര്യം ഏറ്റവും സുഹൃത്തായ തൻ്റെ ഒറ്റ സുഹൃത്തായി ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ചിരുന്ന പുള്ളിക്കാരനായിരുന്നു ഗബ്രി പോയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു വലിയ ആയുധമാക്കിയിട്ട് അങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് കയറി ചൊറിയാം. കാര്യം നീ കാരണമല്ലേ ഗബ്രി പോയത്, ഇല്ലെങ്കിൽ ഗബ്രി നിൽക്കില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് അതിൻ്റെ അകത്തുള്ളവർ എന്നെ പിന്നെയും ചോദ്യം ചെയ്യുമ്പോൾ പോലും ജാസ്മിൻ്റെ യാതൊരു തരത്തിലുള്ള ഒന്ന് മനസ്സ് ഒന്ന് പതറാതെ പുള്ളിക്കാർ തൻ്റേതായ ഒരു ഗെയിം കളിച്ച് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരിയാണ് ഇപ്പം നോർമൽ ഒരു മനുഷ്യനാണെങ്കിൽ മാക്സിമം നമ്മൾ ഒരുപാട് പേര് പുള്ളി ചെയ്യുമ്പോൾ നമ്മൾ കരയണം, ഡൗൺ ആവണം. പക്ഷേ പുള്ളിക്കാർ കരയുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് പൂർവ്വദിന ശക്തിയോടെ തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. സോ ഗൈസ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരാൾ മാറിയെന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുക പഠിക്കണം. കേരളത്തിലുള്ള ആരും അങ്ങനെ പഠിക്കില്ല, പ്രത്യേകിച്ചും മലയാളികൾ പൊതുവേ പഠിക്കില്ല. അതാണ് നമ്മളെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. സോ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഗെയിമറാണ് ജാസ്മിൻ. കൂടാതെ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മൾ
ഗെയിമും കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയണം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയണം. പിന്നെ അതിനല്ലാതെ വെള്ളം ചേർത്ത് പാല് ചേർത്ത് വെള്ള പൂശി എന്ന് പറയണതിലോട് എനിക്ക് യോജിപ്പില്ല. സോ ഗൈസ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ജാസ്മിനെ നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യുക. കാര്യം ഒരുപാട് കണ്ടൻറ്റും ഒരുപാട് നെഗറ്റീവ് ഒരുപാട് പോസിറ്റീവ് വന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഫസ്റ്റ് കൊണ്ടുവരണം ഗൈസ്. കപ്പ് ജാസ്മിന് കൊടുക്കണോടാ, കൊടുത്തിട്ട് വേറെ കാര്യമില്ല. സോ ഗൈസ്, ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കപ്പ് കൊടുക്കുന്നത് കൊടുക്കാത്തതും ജനങ്ങളുടെ ഇഷ്ടം, വോട്ട് ഇടാത്തതും ഇടാത്തതും ജനങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അത്രത്തോളം കണ്ടൻറ്റ് ആൾക്കാർക്ക് ശ്രദ്ധയായോ, എത്രത്തോളം ആൾക്കാർ റോസ്റ്റിങ്ങിലും അല്ലാതെ എല്ലാം ഒത്തിരി കാര്യങ്ങളൊക്കെ പോയത് ജാസ്മിൻ്റെ തന്നെയാണ്. ജാസ്മിൻ്റെ വീട്ടുകാർ, ജാസ്മിൻ്റെ നാട്ടുകാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നെഗറ്റീവൊക്കെയാണ് പുള്ളി ചെയ്തത്. പുള്ളിക്കാർ എന്താ കാണിക്കുന്നത്, പുള്ളിക്കാർക്ക് തൻ്റെ ഇടമാണെന്നൊക്കെയാണ് ജാസ്മിൻ്റെ നാട്ടുകാർ പറയുന്നത്. ഇതൊരു ഗെയിം ഷോയാണ്, 100 ദിവസം കഴിഞ്ഞാൽ ഈ ഗെയിം ഷോയുടെ എല്ലാം കഴിയും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഗെയിം ഷോയിൽ നമ്മൾ കളിക്കേണ്ട രീതിയിലുള്ള എല്ലാ ഗെയിമും കളിക്കണം. ചിലപ്പോൾ തൻ്റെ ഇടമാവേണ്ടി വരും, ചിലപ്പോൾ കരയേണ്ടി വരും, ചിലപ്പോൾ സ്ട്രാറ്റജി, ചിലപ്പോൾ മൂവ്, അങ്ങനെ എല്ലാം എടുക്കേണ്ടി വരും. അതിലെല്ലാം പാക്കേജായിട്ട് വന്നൊരു വ്യക്തി വേറെ ആരുമല്ല, ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ വെള്ളഭൂഷണം എന്ന്, അതെ ഞാൻ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പെയിൻറ്റാണ് എടുക്കുന്നത്, പൂശിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ നെഗറ്റീവ് നമുക്കിനി പറയാൻ, ഞാൻ നെഗറ്റീവ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നെഗറ്റീവ് ഉണ്ട്. ആദ്യം ഈ ഗബ്രി കോംബോ അത്ര വൃത്തിയുടെ കോംബോ ആയിരുന്നു, ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാര്യം ഈ കോംബോകളിൽ ഏറ്റവും വൃത്തികെട്ട കോംബോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃത്തികെട്ടേ നല്ലത്, അത് നമ്മൾ മലയാളികൾ അങ്ങനെ പറഞ്ഞ് പഠിച്ചതാണ്. എന്തോന്ന് വൃത്തികെട്ട കോംബോ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇത് ആ കോംബോ അങ്ങനെ ആയതല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് കോംബോയാണ് അവരെടുത്തത്. പക്ഷേ ആ കോംബോ ചെറുതായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയി, അതാണ് സംഭവം. ഇപ്പോൾ ശ്രീതു അർജുൻ്റെ കോംബോ ഇല്ല, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് അർജുൻ ശ്രീതു കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ വേറൊരു കോംബോ തന്നെ അത് ജാസ്മിൻ ഗബ്രി കോംബോ. പക്ഷേ അത് മനസ്സുകൾക്ക് ഇഷ്ടപ്പെടാതെ പറ്റാതെ പോയി. സാരി നമ്മളിപ്പോൾ ഈ ബെസ്റ്റുകളൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ പല ദൂരോട്ട് പോകുമ്പോൾ കടിക്കും. ആ കാഴ്ചപ്പാടിൽ എത്തിയെന്ന പ്രശ്നമുള്ളൂ. നമുക്ക് നേരെ ഫസ്റ്റ് വേറെ ആരുമില്ല, 4 ലക്ഷം വോട്ടാണ് ജിൻഡോ എന്ന വ്യക്തിയാണ്, വേറെ ആരുമില്ല. ജിൻഡോയുടെ 4 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് ജിൻഡോ ഫാൻസ് കേരളക്കരയാകെ കോളിളക്കം സൃഷ്ടിച്ചത്. ജിൻഡോ ഫാൻസ് എല്ലാവരും അസംബ്ലി ചെയ്യേണ്ടതാണ്, ജിൻഡോ ഫാൻസ് എല്ലാവരും ഇടിച്ച് കമൻറ്റ് ഇടേണ്ടതാണ്. ജാസ്മിൻ ജിൻഡോ എന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ കുത്തി നിറയ്ക്കണം എന്നാണ് എനിക്ക് പറയുള്ളത്. ഈ കോളിളക്കം സൃഷ്ടിക്കാൻ ജിൻഡോയെ പോലെ വ്യക്തി വേറെ ആരുമില്ല. ജിൻഡോയുടേതും ജാസ്മിൻ്റെതും ഒരേ തൊലിക്കെട്ടിയാണ്. കാര്യം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാർ ചെയ്യും. പിന്നെ അതുപോലെ ഇവർ പരസ്പരം ഒന്നിക്കും, ശാന്തയാവും, കൂളായി ചിന്തിക്കും. പിന്നെ ഇത് എന്ന് വെച്ചാൽ അവിടെ 2 ഗസ്റ്റ് വന്നപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ജിൻഡോയും അതുപോലെ തന്നെയാണ് ജാസ്മിനും ഒന്നിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹൗസിലുള്ള ആരും ഇല്ലാതാവും, എല്ലാവരും തന്നെ അവർ തുലച്ച് കളയും. സോ ഗൈസ്, അത് ശരിയായ കാര്യമാണ്. കാര്യം ഇവർ രണ്ടുപേരും നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ്. ഇവർ രണ്ടുപേരും മുട്ടി നിൽക്കുക, ആ ഹൗസിൽ വേറെ ആരുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇവർ പരസ്പരം ഒരു എന്താ പറയുക, ഇവർ പരസ്പരം അങ്ങനെ പരസ്പരം അടി കൂടുന്നത്. അത് അല്ലാതെ ഇവർക്കൊന്ന് മുട്ടി നിൽക്കാനോ ഇവർക്കൊന്ന് രീതിയിൽ രണ്ടുപേർക്ക് പരസ്പരം മുട്ടി നിൽക്കാനോ പറ്റുന്നില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. സോ ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജിൻഡോയ്ക്കാണ് വോട്ടിട്ടെങ്കിൽ ജിൻഡോ ഹോട്ട്സ്റ്റാർ നൗ അല്ലെങ്കിൽ ജിൻഡോ വോട്ട് നൗ എന്ന് പറഞ്ഞ് ഹോട്ട്സ്റ്റാറിൽ ഇടുക. ജിൻഡോയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നിപ്പം നല്ല രീതിയിലുള്ള വോട്ടിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് തന്നെ. പിന്നെ ജിൻഡോയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാര്യം ഇപ്പം തന്നെ നല്ല വോട്ടും നല്ല രീതിയിലുള്ള ഇഷ്ടം മാതിരി വോട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം ഇനി ഇപ്പോൾ ജിൻഡോ എന്ന വ്യക്തി ഗെയിം കളിച്ചില്ല എങ്കിൽ പോലും ജിൻഡോയ്ക്ക് വോട്ട് കിട്ടും. കാര്യം ജിൻഡോ ഒരു ദിവസം തൊട്ട് ഇപ്പോൾ 80 ദിവസം ജിൻഡോ കേരളത്തിൽ കൊടുക്കാനുള്ള എന്ന് വെച്ചാൽ കേരള പ്രേക്ഷകർ കൊടുക്കേണ്ടതെല്ലാം ജിൻഡോ കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ജിൻഡോ ഗെയിം കളിച്ചോ ഇല്ലെങ്കിൽ പോലും ജിൻഡോ തന്നെയാണ് വിന്നർ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഒരു പാറ്റേണാണ് ഇവൻ കൊണ്ടുവന്നത്, ഇങ്ങനെ കൊണ്ടുവന്നത്. ആരെന്ന് പറയുമ്പോൾ കാവിലത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, ഇതേ ഒരു പാറ്റേണാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കണം ഞാനൊരു സ്ട്രോങ് പ്ലെയറാണ്, എന്നെ എല്ലാവരും എതിർക്കുന്നു, ഞാൻ തന്നെ കപ്പടിക്കും എന്നൊരു എന്താ പറയുക, എന്നൊരു മെത്തേഡാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ അങ്ങേര് കൊണ്ടുവന്ന് സത്യം പറഞ്ഞാൽ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയണം. കാര്യം അങ്ങേര് കൊണ്ടുവന്ന ആ മെത്തേഡ് അങ്ങോട്ടൊന്നും വർക്കായില്ല. ചിലർക്ക് ചിലത് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അങ്ങേരത് അങ്ങ് വർക്കായില്ല. അതാണ് നമുക്ക് ഏറ്റവും മനസ്സിലാകാൻ പറ്റിയ കാര്യം. പിന്നെ അല്ലെങ്കിൽ അത് വർക്കായെങ്കിൽ നല്ലൊരു കോംബോ ആയിരുന്നു. പക്ഷേ അത് വർക്കാവാതെ എവിടെയൊക്കെ പാളിപ്പോയതാണ് നമ്മൾ കാണാൻ പറ്റിയത്. പിന്നെ അങ്ങേര് തന്നെ അത് നമ്മളൊരു ഗെയിം ഒറ്റയ്ക്ക് തൻ്റേതായ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരാണ് നമ്മുടെ അടുത്ത് പറയണം നമ്മളൊരു വലിയ പോരാളിയായി, നമ്മളെല്ലാവരും ഭയക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇത് എന്താ പറയുക, അങ്ങനെ പേരെന്തത്, കാവിലത്തുമ്പി പുള്ളിക്കാരൻ തന്നെ പറഞ്ഞുകൊണ്ട് കിടന്ന് എന്നെ എല്ലാവരും ഭയക്കണം എന്നീ കാവിലത്തുമ്പി തന്നെ പറഞ്ഞ് കാവിലത്തുമ്പി ആരും ഭയന്നതുമില്ല. കാവിലത്തുമ്പി വസ്ത്രം കൊണ്ട് പോയി. അതേപോലെയാണ് നന്ദന വന്ന സ്റ്റെപ്പിൽ നന്ദന പറയണത് എന്നെ എല്ലാവരും ഭയക്കണം, എന്നെ എല്ലാവർക്കും പേടിയാണ് അങ്ങനെ പറഞ്ഞ് നന്ദന പോയി. സോ ഗേസ്, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹൗസിലുള്ളവർ തന്നെയാണ്, അവരാണ് പറയേണ്ടത് ഇവൻ നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ്, ഇവനെ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് അവരൊക്കെയാണ് പറയേണ്ടത്. ഇത് അവർ പറയാതെ നമ്മളെക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി, ഹൗസിലുള്ളവരാണ് പറയേണ്ടത്. അല്ലാതെ നമ്മൾ സ്വയം നമ്മളൊരു സ്ട്രോങ് പ്ലെയറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
സോ യെസ്, ജിൻഡോ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ നല്ലൊരു വ്യക്തിയും കൂടാതെ നല്ല ഗെയിം പ്ലെയറും, പിന്നെ പുള്ളിക്കാരൻ വന്ന സ്റ്റെപ്പിൽ തന്നെ എല്ലാ ഗെയിമും കളിച്ച് പുള്ളിക്കാരൻ്റേതായ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റേതായ ഒരു ഗെയിം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്താണ്, എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഒരു വഴി വെട്ടി വന്ന സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചായ ഉണ്ടാക്കിയതിൻ്റെ അടിയിലാണ് തുടങ്ങിയത്. പിന്നെ 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 എല്ലാവരും പുള്ളിക്കാരൻ്റെ ഇറിറ്റേഷനായി. പുള്ളിക്കാരൻ അങ്ങോട്ട് നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായി മാറി. സംഭവം അതാണ്, ഒരു പേടി സ്വപ്നമായിട്ട് മാറിയതിന് ശേഷം പിന്നെ എല്ലാവരും ഇപ്പോൾ ജിൻഡോയ്ക്ക് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പതി ഉണ്ട്. കാര്യം അയ്യോ എല്ലാവരും അയാളെ അടിക്കുന്നു, വെറുക്കുന്നു, അങ്ങനത്തെ ഒരു സിമ്പതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വിഷമത്തിലും അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ. കാര്യം അങ്ങനെയാണ് ജിൻഡോ ഒരു മൂവ് അങ്ങനെയായിരുന്നു. കാര്യം എല്ലാവരും ആദ്യം പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ആദ്യം ജിൻഡോ അകത്തുള്ളവരെ പേടിപ്പിച്ച്, പിന്നെ കുറച്ച് ജിൻഡോ കരഞ്ഞു, പിന്നെ ജിൻഡോ പറഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ടു. അങ്ങനെ ജിൻഡോയുടെ ഓരോരോ ഗെയിമുകൾ തന്നെയാണ്, ഓരോ പാറ്റേൺ പിടിച്ച് വീണ് ജിൻഡോ പോയത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം ജിൻഡോ നല്ല ഒരു സമയത്ത് ചോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജിൻഡോ നല്ല കരച്ചിൽ കരഞ്ഞ്. പിന്നെ ജിൻഡോയുടെ പിന്നെ കുറേ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിൻഡോ ആദ്യം പറയുന്നത് ജിൻഡോയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജിൻഡോ നല്ല രീതിയിൽ വായിക്കുന്നു. പിന്നെ ജിൻഡോ പറഞ്ഞാൽ കണ്ണാടി ഇല്ലാതെ പറ്റില്ല. പിന്നെ ജിൻഡോ കണ്ണാടി ഇല്ലാതെ വായിക്കുന്നു. സോ അപ്പോൾ തന്നെ നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇതിൻ്റെ അകത്ത് ജിൻഡോ തന്നെ ഇന്നലെ കണ്ണാടി നോക്കി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം വേണം, പിന്നെ എല്ലാം വേണം. അതിനുവേണ്ടി എല്ലാം ഗെയിമും കളിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എല്ലാ ഗെയിമും കളിക്കുന്ന വ്യക്തിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ തന്നെയാണ്, വേറെ ആരുമില്ല. സോ കേസ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക. ജിൻഡോ ഫാൻസ് എല്ലാവരും ഇടിച്ച് കയറി വരേണ്ടതാണ്. ജിൻഡോയുടെ ഒരു മുന്നേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുന്നേറ്റം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്കിനി ഒരു 2 ആഴ്ചയുള്ളൂ. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ യാതൊരു തരത്തിലുള്ള മുന്നേറ്റം ആർക്കും ഉണ്ടാവില്ല. ഈ ജാസ്മിന് എന്തായാലും കയറി വരില്ല. കാര്യം എന്ന് വെച്ചാൽ ജാസ്മിന് സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം നെഗറ്റീവ് ബുള്ളിങ്ങാണ് പോകുന്നത്. അപ്പോൾ ജാസ്മിൻ ഇത്രത്തോളം സോഷ്യൽ മീഡിയ നെഗറ്റീവ് ബുള്ളിങ് പോകുമ്പോൾ ഒരു കാരണവശാലും എന്താ പറയുക, ജിൻഡോയെ അല്ലെങ്കിൽ കടത്തി വെട്ടാനോ അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും കപ്പ് ജിൻഡോയ്ക്ക് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകും. സോ കേസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് തന്നെ ആയിരിക്കും കപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരു എതിരാളി, ഒരു പോരാളിയോ അല്ലെങ്കിൽ ഒരു വലിയൊരു പോരാളി എഴുന്നേൽക്കില്ല. ഇനി 2 ആഴ്ചയുള്ളൂ. ലാലേട്ടൻ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരെങ്കിലുമൊക്കെ എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ എഴുന്നേൽക്കില്ല. അതിൻ്റെ അകത്തുള്ള എല്ലാം വാഴണക്കിനാണ് ഇരിക്കുന്നത്. സായിയൊക്കെ എന്തൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞു. സായിയൊക്കെയാണെങ്കിൽ മിണ്ടണതുമില്ല. സിജോ കാട്ടുതീയും വെച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നെ അഭിഷേകാണെങ്കിൽ നേരെ ഗ്രാൻഡ് ഫിനാലിട്ട് പോയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും വളരെ കൂൾ മൈൻഡിലാണ് അഭിഷേക് എപ്പോഴും പോകുന്നത്. പിന്നെ ഗെയിമൊക്കെ വരെ മാത്രം അടിക്കാനെന്ന് പറഞ്ഞൊരു പോക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഇന്നേ വരെ പുറത്ത് വിട്ടിട്ടില്ല. സോ കേസ് ഞാൻ പറയണമെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നെങ്കിൽ മാക്സിമം വോട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറയുക, മുന്നേറ്റമോ കാര്യങ്ങളൊന്നും വേറെ ഭാഗത്തുനിന്ന് വരില്ല എന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2 ദിവസമായിട്ടപ്പോൾ തന്നെ ഈ 4 ലക്ഷത്തിൽ ലീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലീഡൊന്നുമില്ല. ഇനിയിപ്പോൾ വോട്ടിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വോട്ടിങ് കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി ജിൻഡോ എന്ന വ്യക്തി തന്നെ കപ്പടിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു വോട്ടിങ് കൂടെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുറത്താവുമല്ല. ഇതിൽ പുറത്താക്കിയിട്ട് ഇനി ടോപ്പ് 5 എന്നൊരു പൊസിഷൻ ഉണ്ട്. ഈ ടോപ്പ് 5ൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താ പറയുക, ജിൻഡോയെ ഇനി ആരും കടത്തി വിട്ടില്ല. ജിൻഡോയുടെ നമ്മൾ ഈ അതിൻ്റെ അകത്ത് നിന്ന സമയത്ത് തന്നെ ജിൻഡോ എന്ന വ്യക്തി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ഒരാൾ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ ഇമേജ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ജിൻഡോ പുറത്ത് പോകണം. സാധാരണ അങ്ങനെ പതിവ്, ഒന്നുകിൽ അങ്ങനെ പുറത്ത് പോകണം. അതല്ലെങ്കിൽ ഇനിയൊരു പുതിയൊരു ഗെയിം ഓൺ ആവില്ല, ഉറപ്പാണ്, യാതൊരു മാറ്റമില്ല. ഇനി അങ്ങനെ വരെയൊന്നുമില്ല. അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു ആരും ഇല്ല. സംഭവം അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇനി അങ്ങനെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗൈസ് ഞാൻ പറഞ്ഞായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു എന്താ പറയുക, ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രോങ് പ്ലെയറോ കാര്യങ്ങളോ അതിൻ്റെ അതില്ല. അതാണ് ഇതിൽ യാഥാർത്ഥ്യം. നിങ്ങൾക്ക് തന്നെ എടുത്താൽ മനസ്സിലാവും. ജാസ്മിനാണ് നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നത്. ഇനി ജാസ്മിന് അങ്ങനത്തെ ഒരു മുന്നേറ്റമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ അത്രത്തോളം ജാസ്മിന് സോഷ്യൽ മീഡിയ ബുള്ളിങ് നടത്തുന്നുള്ളതുകൊണ്ട് ജാസ്മിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജാസ്മിന് തന്നെ ആയിരിക്കും തോൽവി അങ്ങ് സമ്മതിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ജാസ്മിൻ ചിലപ്പോൾ കയറി വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അങ്ങനെ വന്നെങ്കിൽ പോലും ഈ ബിഗ് ബോസ് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിജോ തന്നെയാണ്. നമുക്ക് സിജോ എടുത്ത് പോകാം. സിജോയുടെ 3-ാം സ്ഥാനം. 1 വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ, 2 വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ, 3 വെച്ച് കഴിഞ്ഞാൽ സിജോ. അപ്പോൾ 2,22,345 വോട്ടാണ് സിജോയ്ക്ക്. അവിടെ സിജോയുടെ ഗെയിം നിങ്ങൾക്ക് മനസ്സിലാവും. സിജോ ഇടികിട്ടി പോയ സിജോയാണ്. ഇടികിട്ടി പോകും മുന്നേ സിജോയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫാൻസ്. ഇടി കിട്ടിയ സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഇടി കിട്ടിയ വീഡിയോ തന്നെ സോഷ്യൽ മീഡിയ നല്ല ട്രെൻഡിങ് ആയിരുന്നു. നല്ല ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത ട്രെൻഡിങ്, യൂട്യൂബ് എടുത്ത ട്രെൻഡിങ്, ഒരു ലക്ഷക്കണക്കിന് ട്രെൻഡിങ്. അപ്പോൾ അതിൽ പകുതി കമൻറ്റ് ഇങ്ങനെയാണ്, സിജോ തിരിച്ച് വരണം, സിജോയുടെ കളികൾ ഞങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ, സിജോ കം ബാക്ക്, സിജോ കം ബാക്ക്, ഇതായിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, വന്നേലും വേഗത്തിൽ പോയി, പോയേലും വേഗത്തിൽ വന്നേ എന്ന് തിരിച്ച് ലാസ്റ്റ് വന്ന് തിരിച്ച് അവർ പറഞ്ഞതെല്ലാവരും അയ്യോ വരണ്ട 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 പൊക്കോ പൊക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടുതീ ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു വലിയൊരു കാട്ടുതീ വരും എന്നൊക്കെ പറഞ്ഞാണ് സിജു ലാസ്റ്റ് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് പോയത്. പിന്നല്ല ബിഗ് ബോസ് സിജു തിരിച്ചു വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. ആ ഒരു കോംബോയാണ് സത്യം പറഞ്ഞാൽ സിജു ഇടിച്ചില്ലാതാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായി പിന്നെ ആരാ നന്ദന, ഈ സായി നന്ദന കൂടെ സിജുയുടെ ടീമാണ്, ഇവരൊക്കെ ഒത്തുകളിയായി. പിന്നെ ഒത്തുകളിയായപ്പോൾ നമുക്കറിയാമല്ല, പിന്നെ നമ്മൾ എന്താ പറയുക അത്രത്തോളം വെറുപ്പല്ല. ഇപ്പം നന്ദനയ്ക്ക് നന്ദനെ ഇഷ്ടപ്പെടാത്തവർ എന്നെ സിജു ഇഷ്ടപ്പെടാതെ ആകും, അങ്ങനെ ആയിപ്പോയി. മനസ്സിലായില്ല, അതാണ് പ്രശ്നം പറ്റിയത്. അല്ലെങ്കിൽ നമ്മുടെ സിജോ എന്ന വ്യക്തി നല്ലൊരു ഗെയിം പ്ലെയർ ആയിരുന്നു. സിജോ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ മേ ബി കപ്പടിക്കേണ്ടതായിരുന്നു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് കളിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇനി എന്തൊക്കെ സിജോ 24 ലൈവ് കടന്ന് കയറി വിളിച്ച പോലും സിജോയ്ക്ക് ഈ 3-ാം സ്ഥാനം അല്ലാതെ 1-ഓ 2-ഓ കിട്ടില്ല, ഉറപ്പാണ്. എൻ്റെ ഒരു ഊഹം വെച്ച് ഇനി സിജോയ്ക്ക് കയറി വരാൻ പറ്റില്ല. ഇനി 2 ആഴ്ചയുള്ളൂ. 2 ആഴ്ചയ്ക്കുള്ളിൽ സിജോ എന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാക്കാൻ കഴിയുമെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ അവസരമായിരുന്നു. സിജോയ്ക്ക് 2ാമത് ലൈഫ് കിട്ടി വന്നതാണ്. ആ ലൈഫിലും സിജോ ഒന്നും ചെയ്യാതിരിക്കുക. അത് റോക്കി പറഞ്ഞത് ഇപ്പം സത്യമാകുന്നുണ്ട്. റോക്കി പറഞ്ഞ് ഇത് ബിഗ് ബോസിൽ തീ വേണമെങ്കിൽ റോക്കി വേണം, ബിഗ് ബോസിൻ്റെ അകത്തൊരു കാട്ടുതീ പടർത്തണമെങ്കിൽ റോക്കി വേണം. ആ തീ ഇപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഇപ്പം വെളിയിൽ നിൽക്കുകയാണ്. തീ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ വരും. അപ്പം നമുക്ക് കാണാം. സോ സിജോ ഇനി തിരിച്ച് വരുമെന്ന് വെച്ചാൽ സിജോ തിരിച്ച് വരില്ല. പക്ഷേ സിജോ ഫാൻസുകാർക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ വോട്ടിട്ട് ഇരിക്കുക. അല്ലാതെ ഇനി സിജോയ്ക്ക് തിരിച്ച് വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിജോ ഇപ്പം തന്നെ നമ്മളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയണം ഇയാൾ തിരിച്ച് വരണം നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ടേ പോരല്ലോ, ഇയാളും കൂടെ പ്രതീക്ഷിക്കണ്ടേ. എന്ന് വെച്ചാൽ അയാളെന്തെങ്കിലും ഗെയിമോ അല്ലെങ്കിൽ അത്രത്തോളം എന്ന് വെച്ചാൽ തരം താഴ്ത്തിയ രീതിയിൽ ചവിട്ടി തീർക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ തുലയ്ക്കണം സംസാരിച്ച്, നീ അങ്ങനെയുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ സംസാരത്തിലൂടെ ഇല്ലാതാക്കണം. എന്താ പറയുക, സിജോയെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ ടാർഗറ്റ്, സിജോ പോയിട്ട് വന്നപ്പോൾ എല്ലാ പെൺകുട്ടികളായിപ്പോയി. ആ ഹൗസിലുള്ള എല്ലാവരും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും പരസ്പരം ടാർഗറ്റ് ചെയ്യണം. ഈ ആൺകുട്ടികളിൽ മാക്സിമം എല്ലാവരും, ആൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പരസ്പരം ഇവന്മാർക്ക് വേണ്ടിയുള്ളൊരു എതിരാളികൾ ഇവന്മാർ ഒരിക്കലും കോമ്പറ്റ് ചെയ്യണില്ല. ഇവന്മാരെല്ലാം പരസ്പരം ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. മനസ്സിലായി. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സിജോയെ എടുത്തു കഴിഞ്ഞാൽ സിജോ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി നോറ കോമ്പറ്റ് ചെയ്യണം. ആലോചിച്ച് നോക്ക്, ആനയും ആട്ടിൻകുട്ടിയും തമ്മിലുള്ള വ്യത്യാസമില്ലേ സിജോയും നോറയും തമ്മിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സിജോയുടെ എതിരാളികളെ തന്നെ സിജോ ആദ്യം നേരിടേണ്ടത് ജിൻഡോയെ കയറി പോരാടണമെന്ന്. ജിൻഡോ അങ്ങനെയല്ലെന്ന് പറഞ്ഞ് ജിൻഡോ കയറി കട്ടയ്ക്ക് ഉടക്കിയെങ്കിൽ എന്ന് വെച്ചാൽ കട്ടയ്ക്ക് നിന്നെങ്കിൽ അതുപോലെ ഉണ്ടെങ്കിൽ സിജോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, മീൻസ് എന്തെങ്കിലും നേടാൻ പറ്റുമായിരുന്നു. ഇത് ജിൻഡോ അടുത്ത് ആരും ഉടക്കാനൊന്നും പോകുന്നില്ല. ജിൻഡോ അടുത്ത് ആകെ ഉടക്കാനും ജിൻഡോ ഗെയിമറല്ല എന്ന് പറയുന്ന ആകെ ഒരു വ്യക്തി ജാസ്മിൻ മാത്രമാണ്, വേറെ ആരും പറയുന്നില്ല. വേറെ എല്ലാവരും പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ കാര്യം ചില ഒരിക്കൽ സംസാരമൊക്കെ വേറെ രീതിയിലൊക്കെ പോകും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ചിന്തിക്കണം എന്ത് സംസാരിക്കണം എന്ന് പോലും മനസ്സിലാവില്ല ചില സമയത്ത്. ജിൻഡോ അടുത്ത് പോയി കഴിഞ്ഞാൽ ജിൻഡോ തല എന്ന് കേൾക്കുമ്പോൾ വാലെന്ന് കേട്ടിട്ടാണ് ജിൻഡോയുടെ മറുപടി. സോ കേസ് അതുകൊണ്ടാണ് ആരും അങ്ങനെ പോകാത്തത്. ഇനി എനിക്ക് തോന്നുന്നില്ല, എനിക്ക് എൻ്റെ ഒരു അറിവിൽ എന്താ പറയുക, സിജോ എന്ന വ്യക്തി ഇനി തിരിച്ച് വരില്ല. കാര്യം സിജോ എന്ന വ്യക്തി ഉറക്കി എല്ലാവരും കൂടെ. എന്തൊക്കെ കാട്ട് തീയാവും എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നത്, പക്ഷേ ഇനി ഒന്നും ആവില്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലായി. കാര്യം എന്തോ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി അത് നമുക്കൊരു വിഷമമായി പോയി. കാര്യം നല്ലൊരു ഇമ്പാക്റ്റാണ് വിചാരിച്ചിരുന്നത് സിജോയുടെ ഒരു തിരിച്ചു വരവ്. ആ തിരിച്ചൊരു സത്യം പറഞ്ഞ നിരാശ തിരിച്ചു വരവായിപ്പോയി. എന്തായാലും ടോപ്പ് 5 അർഹത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി 50% എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എന്താ പറയുക ടോപ്പ് 5 അകത്ത് വരും എന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ഇത് വെച്ചിട്ട് മേ ബി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ടോപ്പ് 5 അകത്ത് വന്നിട്ടും കാര്യമില്ലല്ലോ, എടുക്കുവാണെങ്കിൽ കപ്പ അങ്ങ് തൂക്കണം, ഇല്ലെങ്കിൽ വന്നിട്ട് കാര്യമില്ല. എന്ത് അത്രയേ ഉള്ളൂ. അതാണ് മനസ്സിലായി. ഇപ്പോൾ സിജോയെ എല്ലാവരും കളിയാക്കുകയാണ്, അതിൻ്റെ അകത്ത് തീപ്പൊരി എന്നൊക്കെ പറഞ്ഞ്. കാര്യം അതിൻ്റെ അകത്ത് ഒരു തീപ്പൊരിയും വെക്കണതും ഇല്ല, അതാണ് പ്രശ്നമായത്. നമ്മൾ ഇത് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ വിഷമമാകുന്നത്. കാര്യം ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ചേട്ടാ സിജോട്ടൻ വരാറായോ അങ്ങനെ ഇഷ്ടം പോലെ കമൻറ്റ്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ അതെ സിജോട്ടൻ വരാറായി എന്നാണ് പറഞ്ഞത്. പക്ഷേ സിജോ വന്നതിന് ശേഷം ഇന്നേവരെ ആരും മിണ്ടിയിട്ടില്ല, ചേട്ടാ വരാതിരുന്നത് നന്നായി, എന്തിനാണ് വന്നത്, ഇങ്ങനെ ഗെയിമും കളിക്കില്ല, ഇങ്ങനെ എന്തോന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ഒരു ഇറിറ്റേഷനായിപ്പോയി ഗൈസ്. കാര്യം അത്രത്തോളം ഗെയിമിൻ്റെ കാര്യത്തിൽ സിജോ ഒരു നല്ല ബാക്കിലായിപ്പോയി. സിജോ ആദ്യം വന്ന സമയത്ത് ഒരു 90% ഗെയിമറായിരുന്നു. പിന്നെ സിജോയ്ക്ക് ഇടി കിട്ടിയപ്പം
പലരും പറഞ്ഞത് സെൻറ്റിമെൻറ്റിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സിജോയെ ഒരു 80% തളർത്തി. പിന്നെ സിജോ ഒരു ലാലേട്ടനായിട്ടുള്ള കൈ പിടിച്ചിട്ട് സിജോ തിരിച്ച് വരണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു 100% കൂടി. അപ്പോൾ 100%ൽ വരുന്നൊരു വ്യക്തി അപ്പം ജനങ്ങളെ പ്രതികരിക്കുന്നത് എങ്ങനെ? അങ്ങനത്തെ ഗെയിമറായിരിക്കുന്നു. ഇത് വന്നതിന് ശേഷം 100%ൽ സിജോയുടെ ഗ്രാഫ് ഡെയിലി താഴോട്ട് പോയി ഇനി താഴോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഗ്രാഫ് ഇടിച്ച് താഴെ നിൽക്കുകയാണ്. അതാണ് ഞാൻ പറയണത്. കാര്യം സിജോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിപ്പോയ ഒരവസ്ഥയാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഈ സിജോ, സായി, നന്ദന, അനിയത്തിക്കുട്ടി, പെങ്ങളെക്കുട്ടി, അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞ് ഇതൊക്കെ കരഞ്ഞ് മെഴുകി അങ്ങനത്തെ ഒരു കോമ്പോയിൽ പോയി കഴിഞ്ഞു. അടുത്ത നമ്മൾ ഋഷിയുടെ അടുത്തേക്കാണ് പോകണം. ഋഷിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ല. യാതൊരു ഗെയിമും ഇല്ല, ഒന്നുമില്ല. വെറുതെ എന്താ പറയുക, എല്ലാം എന്തൊക്കെ വീട്ടിലൊക്കെ ചുമ്മാ ഇരുന്ന് ഹോട്ട്സ്റ്റാറിൽ ഇത് ഗെയിം കാണുമ്പോൾ ഹോട്ട്സ്റ്റാറിലൊക്കെ നമ്മളിന്ന് ടി വിയിൽ ബിഗ് ബോസ് കാണില്ല, അതുപോലെയാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എന്തൊക്കെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്, പിന്നെ ഉറങ്ങുന്നു. ഇതാണ് ഋഷിയുടെ ഗെയിം. ഞാനിപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ടിടുന്നത് മസ്റ്റ് കമൻറ്റാണ്. ഈ കമൻറ്റിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ടിടുന്നത്, ആർക്കൊക്കെയാണ് നിങ്ങൾ മുന്നേറ്റ് വരാൻ പോകുന്നത്. ഋഷിയുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഋഷി ഒറ്റയ്ക്ക് നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ എന്താ പറയുക, അൻസിബ പോയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അൻസിബ പോയതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പോയി കഴിഞ്ഞതിന് ശേഷം ഋഷി കുറേ ഫണ്ണടിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് ഓപ്പൺ മൈൻഡായിട്ട് നിന്ന് പലയിടത്തും പല രീതിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓപ്പണായിട്ട് നിന്നിട്ട് ഒരുപാട് ഗെയിമും കാര്യങ്ങളും ഋഷി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫണ്ണടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഫണ്ണൊക്കെ നല്ല ഫണ്ണാവുന്നുണ്ട്. കാര്യം അൻസിബ ഉള്ള സമയത്ത് ഫുൾ ടൈം അൻസിബയുടെ കൂടെ ഇരുന്ന് ഋഷി അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ അൻസിബ പോയതിന് ശേഷം ഋഷി എല്ലായിടത്തും മിണ്ടുന്നു. കാര്യം ഋഷി ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പല ഫണ്ണും കാര്യങ്ങളും പറഞ്ഞു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു, ചിരിക്കുന്നു. ഭയങ്കര ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഋഷി പോകുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തതാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്ത് പറയണം. കാര്യം നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ടീമിൻ്റെ കൂടെ ഒരാളെ നിൽക്കുമ്പോൾ എപ്പോഴും അയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുള്ളൂ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഋഷി അൻസിബായിട്ട് നിന്നപ്പോഴത്തേക്കും ആ ഒരു ലോകത്ത് മാത്രമായി പോയി ഋഷി കൂടുതൽ. ഇപ്പോൾ ഒരു 27 മണിക്കൂറുണ്ടെങ്കിൽ ഫുൾ ടൈം ഇപ്പോൾ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നേരെ അൻസിബടുത്ത് പോയി സംസാരിക്കുക. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിലായിപ്പോവും. ഇപ്പോൾ ആ ഒരാൾ പോകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞ് ചുറ്റിപ്പറ്റി ഒരുപാട് സ്ഥലത്തായിട്ട് നിരത്തി പോകും. അതാണ് സംഭവം. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യുക. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന വേറെ ആരുമില്ല, ജിൻഡോയെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ജാസ്മിനെ ഇപ്പോൾ വെള്ളപൂശി എന്ന് വെച്ചാൽ ജാസ്മിൻ വന്ന സമയത്ത് ജാസ്മിന് ഗബ്രി ആയിരുന്നു. അപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അതൊരു കോംബോ ആയിരുന്നു. ആ കോംബോ നഷ്ടമായി, ഇഷ്ടപ്പെടാതെ അങ്ങനെ പോയി. അത് അങ്ങനെ പോയി. അത് പോയ ശേഷം 50 ദിവസത്തിന് ശേഷമാണ് ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കിയത്. ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മുന്നേറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ എപ്പോഴും അതിൻ്റെ അകത്ത് നിങ്ങളൊരു വോട്ട് എൻ്റെ ഒരു വോട്ട് പാഴാക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ വോട്ടിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നല്ല വ്യക്തിക്കാണ് വോട്ടിടേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് കളിച്ചത് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാണ് വോട്ടിടേണ്ടത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ആകെ ഒറ്റയ്ക്ക് കളിക്കുന്ന വ്യക്തി വേറെ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നോറ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, ജിൻ്റെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, അഭിഷേകൊന്നും ഒറ്റയ്ക്കൊന്നുമല്ല കളിക്കുന്നത്. അഭിഷേകം എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് കോർണറിൽ അങ്ങോട്ട് വിട്ടുകൊടുത്ത് ഇങ്ങോട്ട് വിട്ടുകൊടുത്ത്. ജിൻഡോയും നോറയും മാത്രം പരസ്പരം വാശിയും കപ്പടിക്കണം എന്നൊരു വാശിയിൽ ഇവർ രണ്ടുപേരും കളിക്കുന്നത്. ഋഷിയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ ഋഷി വന്ന സമയത്ത് മൊത്തം ആരോടെ ഋഷി വന്ന സമയത്ത് എന്ന് വെച്ചാൽ എന്താ പറയുക, വന്ന സമയത്ത് ഋഷിക്ക് ഒരുപാട് വോട്ടൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഋഷി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരിതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഋഷി ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ പോലും ആൾക്കാർ നിരാശപ്പെടാതെ പിന്നെയും വോട്ട് ചെയ്യുക. അതാണ് മനസ്സിലാക്കേണ്ടത്. ഋഷി ഈ ആഴ്ച ശരിയാവും, അല്ലെങ്കിൽ ഋഷി അടുത്ത ആഴ്ച ശരിയാവും, അല്ലെങ്കിൽ ഋഷി അടുത്ത ആഴ്ച, അങ്ങനെ ആഴ്ചകളോളം പോയി ഇപ്പം ഗ്രാൻഡ് ഫിനാലായിട്ട് പോലും ഋഷിക്കൊരു ഇമ്പാക്റ്റും ഇല്ല, ഒരു ഗുണവും ഇല്ല. അതാണ് ഇപ്പം കറി എത്ര അരച്ചാലും താളല്ലേ, അല്ല തേങ്ങ എത്ര അരച്ചാലും കറി താളല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഒരു 100 അല്ല 200 ദിവസം എന്നാലും ഈ ഋഷിക്കൊരു ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഋഷി പലയിടത്തും കയറി ചൂടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചൂടാവുന്നതെല്ലാം ഈ അപ്പാവികളുടെ അടുത്താണ്. അപ്പാവികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ അകത്തുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ഈ എന്താ പറയുക, ഈ നന്ദൻ്റെ അടുത്തൊന്നും ഉടക്കിയിട്ടില്ലെന്നാണ്. ജാസ്മിൻ്റെ അടുത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഉടക്കിയിട്ടുണ്ട്. ജിൻ്റെ അടുത്തൊക്കെ വലുതായിട്ടൊന്നും ഉടക്കിയിട്ടില്ല. എപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ ചെറിയ രീതിയിലുള്ള ഉടക്കൊക്കെയാണ്. വലിയ ഇപ്പം ഇവൻ്റെ ഋഷിയുടെ കാര്യം നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും. ഋഷി അങ്ങോട്ട് കയറി ഉടക്കിയിട്ട് അവർ തിരിച്ചെന്തെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിണങ്ങും. പിന്നെ ഈ ഋഷിയെ കൊണ്ട് പറ്റുന്ന എടി പോടി വാടി എന്തടി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ബഹുമാനമല്ല റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയിലുള്ള വിളിയാണ് വിളിക്കുന്നത്. എന്നിട്ട് അതൊക്കെ നല്ലതെന്നാണ് ഋഷി പറയുന്നത്. വേറെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഹയ്യോ ഒരു ഗെയിമും കൊടുക്കില്ല, 100% എഫർട്ട് ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് വെച്ചാൽ 5ാം സ്ഥാനത്താണ്, ടോപ്പ് 5 വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിയുടെ ഫാൻ ബേസ് പോലെ ഇരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഋഷി ഭയങ്കര കോൺഫിഡൻസ് ലെവലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കി നോക്കണം,
ഈ 1-ാം ദിവസം തൊട്ട് 100 ദിവസം വരെ നിൽക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ വരെ പോകും എന്നൊരു വിശ്വാസം പുള്ളിക്കാരനുണ്ട്. അതാണ് പുള്ളിയുടെ കോൺഫിഡൻസ്. കാര്യം 1-ാം ദിവസം തൊട്ട് ഈ 50 ദിവസം വരെയും 50-70 ദിവസം വരെ വീഡിയോ അവിടെ ഇരുന്ന് മുമ്പേ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറി പോകണമെങ്കിൽ നിങ്ങൾ ആ ലെവൽ ആലോചിച്ച് നോക്കണം. പുള്ളിക്കാരൻ മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇത്ര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. 7 വർഷമായിട്ട് പുള്ളിക്കാരൻ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ആരും കൈവിടില്ല എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഇമ്മാതിരി ഗെയിം കളിക്കുന്നത്. ഈ ഗെയിം കളിച്ചെങ്കിൽ ഓക്കെ, ഈ ഗെയിം പരമായി ഒന്നും ചെയ്യുന്നില്ല. ഈ ഗെയിം പരമായി ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് സത്യം പറയും നമുക്ക് തന്നെ വിഷമമാവണം. എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിപ്പോൾ നമ്മുടെ സമയം പോകുന്നു. അത് ഇപ്പം നമ്മുടെ സമയത്ത് വെച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കില്ലേ എന്തെങ്കിലും ഒരു ഗെയിമും ഇല്ല, എന്തൊരു പുള്ളി അങ്ങനെ പോകും. പിന്നെ അൻസിബ് പോയതിൻ്റെ അന്ന് കരഞ്ഞ് മെഴുകി ഡ്രാമ ഓഫ് ദ ഇയർ ഋഷി തന്നെയാണ്. 7 വർഷത്തിൽ അഭിനയ സിംഹമേ, അഭിനയ കുലപതിയെ. കാര്യം 7 വർഷമായിട്ട് അഭിനയിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പകുതി അഭിനയമാണ് അൻസിബ് പോയപ്പോൾ കിടന്ന് കരഞ്ഞ് മെഴുകിയത്. ഈ ഒരാൾ പോകുമ്പോൾ കിടന്ന് കരഞ്ഞ് മെഴുകേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളത്. അത്ര ബോണ്ടാണ്, പോവില്ല പോലെ അത്രയ്ക്ക് ബോണ്ടാണ്. ഇങ്ങനെ കരഞ്ഞ് മെഴുകണമെങ്കിൽ അവർ പോകുമ്പോൾ പറയണം ബിഗ് ബോസ് എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ അയാളായിട്ട് അത്രയ്ക്ക് ബോണ്ടായി പോയി, ഞാനും പോകുമെന്ന് പറയും, എന്നെ വിടും എന്ന് പറയണം. അത് പറയില്ല. എന്നിട്ട് അവർ പറയണം നീ സ്ട്രോങ് ആണ്, നീ നില്ല അയ്യോ ഇതുപോലത്തെ ക്രിഞ്ച് സാധനങ്ങൾ സ്വപ്നങ്ങൾ. നീ ഭയങ്കര സ്ട്രോങ് ആണ്, നീ നിൽക്കണം, ഞാൻ പോകുന്നു. അപ്പോൾ പിന്നെ അൻസിബയ്ക്ക് ഓൾറെഡി അറിയാം അൻസിബ് സ്ട്രോങ് അല്ല. പിന്നെ എന്തിനാണ് അൻസിബ് ഒരാളെ അവസരം കളഞ്ഞത്? അത് മനസ്സിലാക്കണം ഇല്ലേ? ഇത്രയും ദിവസം വെറുതെ വാടാണെങ്കിൽ എന്താണ് ചെയ്ത്? എന്നിട്ട് മുടിയൻ്റെ അടുത്ത് പറയാം നീ സ്ട്രോങ് ആണ്, നീ കപ്പടിക്കണം. കപ്പ് അടിക്കില്ല, ഒന്നും അടിക്കില്ല. കപ്പടിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഒരു കപ്പ് അടിക്കാതെ പിന്നെ വെറുതെ ഇപ്പോൾ വേണമെങ്കിൽ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും കടയിൽ കയറി ഒരു കപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകാം ചായ കുടിക്കാൻ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തായാലും ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരാൾക്ക് വോട്ടിടുമ്പോൾ നിങ്ങൾ 3-4 വട്ടം ചിന്തിക്കണം. ഇയാൾക്ക് ഞാൻ വോട്ടിട്ടെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇയാൾ മുന്നോട്ട് വരുമോ, ഇയാൾക്ക് എന്തെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ നോറയും കാട്ടി ഏറ്റവും പട് വീക്കാണ് ഈ എന്താ പറയുക മുടിയൻ. നോറയൊക്കെ എന്തെങ്കിലും കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് പോകുന്നുണ്ട്. ഋഷിയുടെ കണ്ടൻറ്റ് കാര്യങ്ങൾ ഇന്നേ വരെ പോയിട്ടില്ല. ഡാൻസർ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കണമല്ല, ഇന്നേ വരെ ഒരു കിടുക്കാച്ചി ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ ഡാൻസ് അറിഞ്ഞതിൻ്റെ അകത്ത് ഒത്തിരി പേര് അവൻ്റെ അകത്ത് കിടന്ന് വൻ ഡാൻസ് കളി. അപ്പോഴും ഋഷി എന്ന് എനിക്ക് തോന്നുന്നു ഇവർ പലരും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പൊട്ടിക്കും, ഞാൻ അങ്ങ് ചെയ്യും, കാളി കത്തിക്കും, തീയാവും, പിന്നെ ഞാൻ എന്തൊക്കെ പറയാൻ വെച്ചേക്കും എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇത് ഈ ഗ്രാൻഡ് ഫിനാലെ കഴിയും മുന്നെങ്കിലും ഇവന്മാർ പറയും എന്താ പറയുക? ഇത് ഒരുത്തനും പറയണതുമില്ല, ഇന്ന് പറയാം നാളെ പറയാം. അതിൻ്റെ അകത്തുള്ള എല്ലാവരും വിഷങ്ങളുള്ളവരാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ അടുത്ത് കയറി അടി ഉണ്ടാക്കാനൊന്നും പോകില്ല. ഇപ്പം പറ്റിയില്ലെങ്കിൽ അവർ പിന്നെ അടി വെച്ച് കൊടുക്കും. അതാണ് അവിടെ ഉള്ളവരുടെ പ്രത്യേകത. സോ അടുത്ത് നമ്മൾ സായി അടുത്ത് പോവുകയാണ്. സായി 7-ാം സ്ഥാനം 2 ലക്ഷമാണ്. സായിയെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 7-ാം സ്ഥാനമാണ് 7, 8. അപ്പോൾ 7, 8 ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഡേഞ്ചറിൽ ഓഫ് ദ സോൺ തന്നെയാണ് സായി. പിന്നെ സായി കഴിഞ്ഞ ആഴ്ചയാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റമില്ല, സായി തന്നെയാണ് പോകേണ്ടത്. സായി പോകാത്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല, ഈ സീക്രട്ട് റൂമുണ്ട്, അത് എല്ലാ വർഷം നടക്കുന്ന ഒരു ആചാരമാണ്. ആചാരത്തിൽ ആരെങ്കിലും പിടിച്ചിരുത്താതെ പറ്റില്ല. അപ്പോഴത്തേക്കും സായിയെ പുറത്താക്കാൻ പറ്റില്ല. സായി എന്തോ ഒരു വലിയ നിഗൂഢ സത്യം കൊണ്ട് നടക്കുക. ഇന്ന് പൊട്ടിക്കും, നാളെ പൊട്ടിക്കും, മറ്റന്നാൾ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ സായി എല്ലാവരും പറ്റിച്ചുകൊണ്ട് നടക്കുക. എന്താണ് എനിക്ക് തോന്നുന്നത്, സായി പറ്റിച്ചുകൊണ്ട് നടക്കുക. അത് കേൾക്കാൻ വേണ്ടി മണ്ടൻ ബിഗ് ബോസ് സായി പൊട്ടിക്കും, ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ സായി എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് സായി ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയത്. അങ്ങനെ നിർത്തിയിട്ടും സായിയുടെ ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇന്ന് എന്തോ ഒരു ദണ്ട് കിട്ടും, ആ ദണ്ട് കിട്ടിയിട്ട് കാണിക്കാൻ പോവുകയാണ്. പക്ഷേ ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മണി ബാങ്ക് സായി എടുക്കാനാണ് ചാൻസ് കൂടുതൽ. കാര്യം സായിക്ക് തന്നെ അറിയാം സായി ഗെയിം കളിക്കുന്നില്ല, ടോപ്പ് 5-ൻ്റെ അകത്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 5-ൻ്റെ അകത്ത് വരെയെന്നില്ല. കാര്യം ടോപ്പ് 5-ൻ്റെ അകത്ത് വരണമെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല, നമ്മളൊരു ഗെയിമോ കാര്യങ്ങളോ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് വരുള്ളൂ. സായിക്ക് തന്നെ അറിയാം സായി ഗെയിമോ കളിച്ചില്ല, പിന്നെ എന്തായാലും പോകുന്നുണ്ട്, അതിനെക്കാട്ടി പൈസ എടുത്തുകൊണ്ട് പോകും എന്നൊരു കാഴ്ചപ്പാടായിരിക്കും സായിക്ക്. അതുകൊണ്ട് സായി തന്നെയായിരിക്കും പണപ്പെട്ടി എടുക്കുന്നത്, അതിൽ യാതൊരു മാറ്റമില്ല. സോ ഗേസ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല, അതിൻ്റെ അകത്തുള്ളവർക്ക് തന്നെ മനസ്സിലാവൂടാ, നമുക്ക് തന്നെ മനസ്സിലാവില്ല. പുറത്തുനിന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. കാര്യം ഗെയിമും കാര്യങ്ങളും ചെയ്യുന്നില്ല, ടോപ്പ് 5 വരെയില്ല. എന്തായാലും എന്താ പറയുക, പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അതെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും പോകും. ടോപ്പ് 5-ൻ്റെ അകത്ത് വന്നു കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 5-ൻ്റെ അകത്ത് വന്നു എന്നൊരു കാഴ്ചപ്പാടേ ഉള്ളൂ. അതുകൊണ്ട് സായി തന്നെ ആയിരിക്കും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകും. അന്നൊക്കെ സായിയൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, പണപ്പെട്ടി ഞാൻ എടുക്കും, നന്ദൻ എടുക്കും. അങ്ങനെ ഇവർ തമ്മിലൊരു അടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദന പോയിട്ടുണ്ട്. എനിക്കൊണ്ട് നന്ദൻ ഈ ആഴ്ചകളുണ്ടായിരുന്നു. ഈ ആഴ്ച നന്ദന തന്നെ പണപ്പെട്ടി എടുക്കും, വേറെ മാറ്റമില്ലായിരുന്നു. അപ്പോൾ ഇത് സായി എടുക്കും. പെങ്ങളുട്ടിക്ക് ഒരു അനിയൻ കൂട്ടി എടുത്തെന്ന് പറഞ്ഞിട്ട് നേരെ പൈസ ആ പണപ്പെട്ടിയുടെ പെങ്ങളുട്ടിക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെ പെങ്ങളുട്ടിയുടെ പാസം കാണിക്കും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കാണാം എന്നാണ് തോന്നുന്നത്. അത് കാണുമ്പോൾ അയ്യോ ക്രിഞ്ച് ആവരുന്ന കൊള്ളാം. അത് പിന്നെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലല്ലോ, സായിയുടെ ഇൻസ്റ്റയോ യൂട്യൂബോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെർച്ചിലല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ വരും. അതല്ലെങ്കിൽ വരില്ല. അത്രത്തോളം പാസമായിരിക്കും. ഇനിയിപ്പോൾ നോക്കിയോ,
ഈ പണപ്പെട്ടി എൻ്റെ അനിയത്തിക്കുട്ടിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടൻ എടുത്തുകൊണ്ട് വരുന്നേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടായി ആ പണപ്പെട്ടിയും കൊണ്ട് നന്ദനെ വീട്ടിൽ കൊടുക്കുന്നു, കൈയടിക്കുന്നു, ഹാ 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 ഹേ 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 ഓ ഹോ ഹോ. കാര്യം ഒരു ബിഗ് ബോസിൽ എങ്ങനെ പോകണം, എങ്ങനെ ഗെയിം കളിക്കണമെന്ന് ഒരു കിഴങ്ങുകൾക്ക് പറഞ്ഞുകൂടെ, ചുമ്മാ വലിച്ച് അതിൻ്റെ അത് കയറ്റിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. പിന്നെ സായി തന്നെ കാറിന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞ് ഞാൻ ഇന്നേ വരെ കരയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരാണെങ്കിൽ ഞാൻ ഔട്ടായി എന്നാണ് സായി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് സായി തുടക്കണം കരഞ്ഞ് മെഴുന്നൊക്കെ കണ്ടായിരുന്നു. പറഞ്ഞതൊന്നും അല്ല സായി അതിൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്നാണ് ഇതിൽ യാഥാർത്ഥ്യം. സായി പല രീതിയിൽ സായി നല്ലൊരു മനുഷ്യനായി. ഇതിന് നല്ലൊരു മനുഷ്യനാണെങ്കിൽ നീ എന്തിനാ അതിൻ്റെ അകത്ത് വലിഞ്ഞ് കയറിപ്പോയി അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ നല്ല മനുഷ്യനായെങ്കിലും പോലും സായിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളായി. സായിയുടെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട്, പിന്നെ സായിക്ക് ഒരുപാട് ഈഗോകൾ മാറി, നല്ല മനുഷ്യനായി എന്നൊക്കെ സായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മനുഷ്യനായെങ്കിൽ ഈ ഒരു 100 ദിവസത്തിനുള്ളിൽ ഒരു വീട്ടിൻ്റെ അകത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു 100 ദിവസത്തിനുള്ളിൽ ഒരു വീട്ടിൻ്റെ അകത്ത്, ഒരു 20 ദിവസത്തിനുള്ളിൽ ഒരു വീട്ടിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് അപരിചിതരായിട്ടുണ്ട്, അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പറയുകയാണ് ഞാൻ നല്ലൊരു മനുഷ്യനായി, എനിക്കിതാണ് വേണ്ടത്, ഞാനൊരു മനുഷ്യനായി. ഇതായിരുന്നെങ്കിൽ സായിക്ക് സ്വന്തമായിട്ടൊരു വീടെടുത്ത്, സായിക്ക് എന്തായാലും നല്ല പൈസയുണ്ട്, റൂം എടുത്തിട്ട് വെള്ള പെയിൻറ്റ് മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് ഞാനൊരു മനുഷ്യനായി 100 20 ദിവസം ഇരുന്നിട്ട് നല്ല മനുഷ്യനായി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നാൽ പോരെ. ഈ ഹൗസിൻ്റെ അകത്ത് എന്തിന് വലിയ കയറുന്നതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ചുരുളഴിയാത്ത രഹസ്യം. സോ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിക്ക് തന്നെ അറിയാം സായി ഗെയിം കളിക്കുന്നില്ലെന്ന്. പിന്നെ സായി ഫാൻസ് ആരും ഇടിച്ച് കയറി വരണ്ട, ആരും വന്ന് കടന്ന് മെഴുകേണ്ട ആവശ്യമില്ല. സായിക്ക് തന്നെ അറിയാം സായി ഗെയിം കളിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് സായി പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത്. എന്തെങ്കിലും ഒന്നെങ്കിലും വേണ്ട. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാസാമാസം ആഴ്ചയിലൊരു എമൗണ്ട് ഉണ്ട്. ഒന്നും അങ്ങനെ അല്ലെങ്കിൽ പോലും ഇപ്പം നമ്മൾ ടോപ്പ് 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ടോപ്പ് 5 വന്ന് അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങനെയൊക്കെ എഴുതിയിടാം, ബിഗ് ബോസിൽ എന്തെന്ന് റണ്ണറപ്പോ, 3rd റണ്ണറപ്പോ, 2nd റണ്ണറപ്പോ, 4th റണ്ണറപ്പോ, അങ്ങനെ ഇട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ. അതിനെക്കാട്ടി കിട്ടിയ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ സുഖം. സോ ഗൈസ്, മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. സായി എന്തിനാ പൈസ എടുക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും പെങ്ങളുട്ടിക്ക് വേണ്ടി തന്നെയാണ് മനസ്സിലാക്കുക. കാര്യം സായിക്ക് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ലോകത്ത് കിടക്കണ ലോകത്ത് ആരും എന്ത് തുമ്മടന്നും കാത്തിരിക്കുകയാണ് സായിക്ക് അയച്ചു കൊടുക്കുക. അപ്പം തന്നെ സായി അതിന് സംസാരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസകളും കാര്യങ്ങളും റവന്യൂ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സായിക്ക് പൈസയ്ക്ക് ആവശ്യം എന്ന് വെച്ചാൽ സായിക്ക് പൈസയ്ക്കൊന്നും വലിയ ആവശ്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അതിൽ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, പെങ്ങളുട്ടിയെ കൊണ്ട് പറ്റാത്തത് ചേട്ടായിയെ കൊണ്ട് പറ്റി എന്ന് പറഞ്ഞ് ചേട്ടായി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അതാണ് കാണാൻ പോകുന്നത്. അപ്പോഴത്തേക്കും സായി പറയും, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പോൾ സായി പറയും, സിജോ നീ നിൽക്കണം, നീ നിന്ന് കഴിഞ്ഞാൽ നീ കപ്പടിക്കും, നിനക്ക് കപ്പടിക്കാനുള്ളൊരു ഇതുണ്ട്, കാലിബർ ഉണ്ട്, അങ്ങനെ ഉണ്ട്, നിന്നെ കൊണ്ട് പറ്റും, സിജോ നീ നിൽക്കണം എന്ന് പറഞ്ഞ് സിജോയെ പിടിച്ച് നിർത്തിയിട്ട് സായി പണപ്പെട്ടി വരുന്ന സായി അതുവഴി വീട്ടിൽ പോകും. അതുവഴി പോയതിന് ശേഷം നേരെ പെങ്ങളുട്ടിക്ക് കൊടുക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ നമ്പർ 1 ട്രെൻഡിങ് ആവുന്നു. എന്നിട്ട് ഇതുണ്ടല്ല, പെങ്ങളുട്ടി പാട്ടേതറ പെങ്ങളുട്ടി സായി ഇവരോട് പാട്ടുണ്ട്, എന്തോന്നും അനിയത്തിപ്രാപിന്നി പ്രിയ നിബന്ധ നൽകും നന്ന. സോ ഗേസ്, അടുത്ത് വേറെ ആരുമില്ല. ഇപ്പം 7ാം സ്ഥാനത്തായിരുന്നു നോറ ഇപ്പോൾ 7ാം സ്ഥാനത്ത് നിന്ന് മാറി. 7 അല്ല 8 ആയിരുന്നു നോറ, അല്ല 7 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. നോറ ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ജെന്യുവിനായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം കൊടുക്കുന്നു, നല്ല പ്ലെയർ മാത്രം എൻ്റെ അത് ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് കുറേ പേര് അത് കേട്ട് അങ്ങനെ കുറേ പേര് മാറ്റങ്ങളുണ്ടായിട്ട് വോട്ടിട്ടുണ്ട്. നല്ല കാര്യം. ഞാനിപ്പോഴും പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം. സോ ഗേസ്, നിങ്ങൾ ആർക്ക് വോട്ടിട്ടാലും 4-3 വട്ടം ചിന്തിക്കണം. അതിൻ്റെ അകത്ത് ഫാൻ ബേസ് കാര്യങ്ങളൊന്നും നല്ല. നോറ എന്ന് വെച്ചാൽ കിടിലൻ പ്ലെയറാണ്, നല്ലൊരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെയാണ് നോറയെ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് അൺഫെയർ ആയിട്ട് തോന്നുന്നു. അതിൽ യാതൊരു മാറ്റമില്ല. നോറയെ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു മാറ്റമില്ല. കാര്യം അവർക്ക് മനസ്സിലാവും അൺഫെയർ ആണ്. കാര്യം അപ്സരയെ പുറത്താക്കി, പിന്നെ നോറയെ പുറത്താക്കുമ്പോൾ അതിൽ യാതൊരു വാഴാണക്കും ശ്രീതുവൊക്കെ ഇരിപ്പുണ്ട്. ശ്രീതുകൊണ്ട് അർജുനുണ്ട്, ഇവരൊക്കെ ഉള്ളപ്പോൾ വിചാരിക്കും ഇതിനൊക്കെ നിർത്തിയിട്ട് ഞങ്ങളെ പുറത്താക്കി എന്നൊരു ചോദ്യം. പുറത്ത് നല്ല സംസാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോറയെ പുറത്താക്കാതെ സീക്രട്ട് റൂമിലെത്തിയിട്ട് നോറ പൂർവ്വദിന ശക്തിയോടെയൊക്കെ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ നോറ ഇന്ന് എന്തെങ്കിലും കാണിക്കുമെന്ന് നോക്കുന്നു. നോറ തെറിക്കും എന്ന് കാണുന്നത്. നോറ ഇന്നേ വരെ പൊട്ടിത്തെറിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് കാണാം നോറയുടെ എന്തെങ്കിലും ഇമ്പാക്റ്റ്. കാര്യം നോറ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ പോലും എനിക്കൊരു നോറയും പണപ്പെട്ടി ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തേക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം ഇപ്പം നമ്മളിപ്പം ഒരു 100 ദിവസം തൊട്ട് ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും നമുക്കറിയില്ല, ഈ ടോപ്പ് 5ൻ്റെ അത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് എന്താ പറയുക, ടോപ്പ് 5ൻ്റെ അതിന് നമുക്ക് എഴുതിയിടാൻ വേണ്ടി മാത്രമേ ആരുടെങ്കിലും പറയാം, അങ്ങനെ നല്ലതൊന്നുമില്ല. പക്ഷേ അതിനുപരി പണം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് പണം ഉണ്ടെങ്കിൽ പണക്കാരനാവാം, പണം ഇല്ലെങ്കിൽ പണക്കാരനാവാൻ പറ്റില്ല എന്ന് തന്നെ തോന്നുന്നു. പിന്നെ ചിലവർ വിചാരിക്കും എന്ത് വരട്ടെ ഞാൻ അവസാനം വരെ നിൽക്കുമ്പോൾ എന്നൊരു മൈൻഡ് സെറ്റ് നിൽക്കുന്നവരുണ്ട്. സോ ഗൈസ്, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്ത് തകർക്കണം. ഇപ്പം ജാസ്മിൻ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ യൂട്യൂബ് നിറയണം, ജാസ്മിൻ
അതുപോലെ തന്നെയാണ് ജിൻഡോ ആണെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ അത് കമൻറ്റ് കൊണ്ട് നിറയണം. ജിൻഡോ 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 അങ്ങനെ നിങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കൊക്കെയാണ് ഓട്ടിടുന്നത് അവരെല്ലാവരുടെ പേര് ഇതിൻ്റെ അകത്ത് നിറയ്ക്കണം. നിറഞ്ഞ് കമൻറ്റ് ഇടിച്ച് നിറക്കണം. എൻ്റെ കമൻറ്റ് ബോക്സ് ബൾക്കാവണം ഗൈസ്. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കമൻറ്റ് ബോക്സ് മരിച്ച് നിൽക്കണം. സോ ഗൈസ്, ഞാൻ പറഞ്ഞത് വെച്ചാൽ നോറ നല്ല കണ്ടൻറ്റ് ക്രിയേറ്റർ കാര്യങ്ങളൊക്കെയാണ്. നോറ ഒത്തിരി പേരെ പ്രതിനിധീകരിച്ചൊക്കെയാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയുടെ ഒരു നോറ എന്നൊരു പുസ്തകം എല്ലാവർക്കും ഒരു നല്ലൊരു പാഠപുസ്തകം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും. നോറ വന്ന സമയത്ത് നോറ ആദ്യം കരച്ചിൽ, ഈ കരച്ചിൽ മാറി വേറെ നോറ നീ കരയരുത്, മുന്നോട്ട് വാ എന്ന് പറയാൻ ആരുമില്ല. അവർ പറയണത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവരെല്ലാം കൺസ്ട്രക്ഷൻ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് പറയാണ് നോറ കരച്ചിലാണ്, നോറ ഇതിൽ നിന്ന് പുറത്താണ്, നോറ വീട്ടിൽ നിന്ന് പുറത്താവണം, നോറ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ നോറയെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ നോറയുടെ അടുത്ത് പോയിട്ട് പറയാണ് നീ പൂർവ്വ ശക്തിയുടെ വാ എന്ന് പറയുന്നില്ല. എല്ലാവരും കൺസ്ട്രക്ഷൻ റൂമിൻ്റെ അടുത്ത് പോയി വോട്ടിടുക, ജനങ്ങളുടെ അടുത്ത് പറയുക നോറ പുറത്താക്കുന്നത്. അങ്ങനെ നോറയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് യാറുമേ ഇല്ല. അപ്പോൾ നോറ തന്നെയാണ് തനിയെ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നോറ നല്ലൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ്. അപ്പം നല്ലവരായ ആൾക്കാർ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. അതിൻ്റെ അകത്ത് വാഴ കണക്കിന് അർജുനുണ്ട്, ശ്രീതുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ മീൻസ് വലിയ വാഴ എന്നല്ല പറഞ്ഞാൽ ചെറിയ വാഴ, കുഞ്ഞു വാഴ. ഇപ്പോൾ ബാക്കിയുള്ളവരെ വെച്ച് ഇവരൊന്നും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ വെറുതെ എന്തൊക്കെ കാണിച്ച് അങ്ങനെ പോകുന്നവരാണ്. ഈ നോറ വെച്ച് ഇവരൊക്കെ ഒന്നുമല്ല. നോറ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് ഇവരൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ നോറ പുറത്താക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നോറയെക്കുറിച്ച് എന്താ പറയുക, പുറത്തിറങ്ങിയവരാരും അങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുറത്തിറങ്ങി ഒരു കണ്ടസ്റ്റൻ്റ് നോറയെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നില്ല. കാര്യം അകത്തായാലും നോറ അവരായിരിക്കും ശത്രുക്കളായിട്ട് കണ്ടിട്ടില്ല. കാര്യം നോറ അകത്തായാലും ശത്രുക്കളായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ പെട്ടെന്ന് ഔട്ടാവും. ഔട്ടാവും. നോറ പെട്ടെന്ന് ഔട്ടാവും എന്നാണ് എല്ലാവരും മനസ്സിൽ പോയി. പക്ഷേ നോറ അങ്ങനെ ഔട്ടാവാതെ പൂർവാധികം ശക്തിയോടെ നല്ല രീതിയിൽ ഗെയിമും കളിച്ചൊക്കെയാണ് നോറ നിൽക്കുന്നത്. അത് നല്ലൊരു ഗെയിമർ തന്നെയാണ് നോറ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ഗെയിമറെന്ന് പറയാൻ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, നല്ലൊരു ഗെയിമർ ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ നല്ലൊരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഗെയിമറല്ല, എന്നാൽ ആ ഒരു കോംബോ ഇല്ലെങ്കിൽ അർജുൻ ഗെയിമറാണ്. ജിൻഡോ, ജാസ്മിൻ, നോറ ഇവർ 3 പേരാണ് യഥാർത്ഥ പോരാളികൾ. ഈ സിജോ ഒരു പോരാളിയല്ല. സിജോ ഇപ്പോൾ ഒരു കോംബോയിൽ മാറിയതിന് ശേഷം സിജോ ഒരു പോരാളിയായി മാറിയിട്ടില്ല. അഭിഷേക് ഗെയിമിൽ മാത്രമാണ് ഗെയിം, ബാക്കിയുള്ള സമയത്തെല്ലാം ഒരു പൊസമീൻസ് മാത്രമല്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചിലയിടത്ത് മാത്രമേ മിണ്ടുള്ളൂ, ഞാൻ അവരുടെ അടുത്ത് മിണ്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡല്ല ഇതിനകത്ത് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ്, നോറയ്ക്ക് വേണ്ടി നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ നോറ ടോപ്പ് 5 വരേണ്ടതാണ്. പക്ഷേ അതിന് മുന്നേ നോറ എന്താ പറയുക, ഇതുണ്ടല്ല പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഈ പണപ്പെട്ടി എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. പണപ്പെട്ടി എന്ന് വെച്ചാൽ ആദ്യം വരും, പിന്നെ കുറച്ച് എമൗണ്ട് കൂടും, പിന്നെ അങ്ങനെ കൂടി മാക്സിമം ഒരു 10 രൂപയൊക്കെ പോകേണ്ടതാണ്. അതിന് മുന്നേ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അല്ല, ഈ പണപ്പെട്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും വരും പണപ്പെട്ടി, ഇത്ര ഒരു എമൗണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ എന്തോ ഉണ്ട്. ഒരു 3 പണപ്പെട്ടി ആദ്യം ഒരു പണപ്പെട്ടി വയ്ക്കും. അപ്പോൾ അതിലൊരു തുക കാണിക്കും. പിന്നെ അത് എന്ന് വെച്ചാൽ മീൻസ് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഒരു 5 പെട്ടി ആദ്യം എടുത്ത് വയ്ക്കും. ഈ 5 പെട്ടി ആദ്യം വെച്ചിട്ട് ആദ്യത്തെ പെട്ടി തുറക്കാൻ പറയും. ആ പെട്ടി തുറക്കുമ്പോൾ ആദ്യം അതിൻ്റെ അകത്ത് 5000 രൂപയായിരിക്കും. പിന്നെ അടുത്ത രണ്ടാമത്തെ പെട്ടി തുറക്കുമ്പോൾ അതിൽ 25,000 രൂപയായിരിക്കും. പിന്നെ അതിൽ അടുത്ത് തുറക്കുമ്പോഴത്തേക്കും അതിലൊരു 3 ലക്ഷം രൂപയായിരിക്കും. അപ്പോഴത്തേക്കും ചിലവർ അടുത്ത് തുറക്കുമ്പോഴത്തേക്കും അതൊരു 7 ലക്ഷമായിരിക്കും. അപ്പോൾ അടുത്തിന് ലാസ്റ്റ് ഒരു പെട്ടിയായിരിക്കും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 7 ലക്ഷം തുറന്നതിന് ശേഷം ഒരു പെട്ടി കാണും. ഈ ഒരു പെട്ടിക്കകത്ത് ഒന്നെങ്കിൽ പൈസ കുറവായിരിക്കും, ഇല്ലെങ്കിൽ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഒന്നെങ്കിൽ 7 ലക്ഷം എടുക്കുക, ഇല്ലെങ്കിൽ ആ പെട്ടി ആശ്രയിച്ചിരിക്കുക. ഈ പോയ പൈസ നമുക്ക് പിന്നെ എടുക്കാനും പറ്റില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായ? ഇപ്പോൾ ഈ ബിഗ് ബോസിന് തന്നെ വേണമെങ്കിൽ 7 ലക്ഷത്തിൽ നിന്ന് വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം. കാര്യം നമ്മളെ കാണിച്ചതിന് ശേഷം ഇങ്ങനെ തന്നെ ഇരിക്കില്ലല്ലോ. അത് ആ റൂമിൽ നിന്ന് അവർ പോകുമ്പോഴത്തേക്കും ബിഗ് ബോസിന് കുറയ്ക്കാം, കൂട്ടാം. കാര്യം അവർക്ക് തന്നെ ഇത്രയും ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ഇവരെ പുറത്താക്കണമെന്നില്ലല്ലോ. ഈ പണപ്പെട്ടി എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെട്ടി എനിക്ക് ഈ വർഷം എന്തായാലും കുറയും. കാര്യം ഈ ടോപ്പ് 5 വരില്ല. പണപ്പെട്ടി എടുക്കാൻ വേണ്ടി മാത്രം കുറേ പേര് എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പൈസ വളരെ കുറവായിരിക്കും ഈ വർഷം. ഈ പണപ്പെട്ടി എടുക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ ബിഗ് ബോസ് ഇഷ്ടം പോലെ പൈസ അവർ കൂട്ടും. പക്ഷേ ഇത് ആരെങ്കിലും എടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഗെയിം കളിക്കാറുണ്ട്. സോ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ കറക്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെട്ടി ഒരാൾ എടുത്തിട്ടുണ്ട്. അത് വേറെ ആരുമില്ല, സായി തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും. സായി എടുത്തതാണ് ലൈവിൽ ഞാൻ കാണിക്കാൻ എൻ്റെ ലൈവിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചത്. സായി എടുത്തെന്ന് പറഞ്ഞത്. എത്ര രൂപയാണെന്ന് നമുക്ക് എന്തായാലും കാണാം. സോ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നോറയ്ക്ക് മാക്സിമം വോട്ട് ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്. നോറയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ഇപ്പം ഞാൻ കപ്പ് കൊടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല. ടോപ്പ് 5 നിങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ കപ്പ് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ടോപ്പ് 5 പാവപ്പെട്ട കുട്ടി അർഹതയുണ്ട്. കാര്യം അവൾ ടോപ്പ് 5 വരെയുള്ള ഏറ്റവും അർഹതയുള്ള കുട്ടി ആരെന്ന് വെച്ചാൽ നോറ തന്നെയാണ്.
അതിൽ യാതൊരു മാറ്റമില്ല. സോ ഗൈസ്, ഞാൻ എപ്പോഴും പറഞ്ഞായിരിക്കും, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ കമൻറ്റ് ബോക്സ് നിറയണം, ഇടിച്ച് മഴയാവണം, ഇതിൻ്റെ അകത്ത് മഴയാവണം. കമൻറ്റ് മഴയെന്ന് കേട്ടിട്ടില്ലേ? ബിഗ് ബോസിൻ്റെ അകത്തുള്ള ഒരു പേര് മൊത്തം ഇതിൻ്റെ അകത്ത് നിറഞ്ഞ് കമൻറ്റ് മഴയായിരിക്കണം. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ഇതിനകത്ത് ഇടിച്ച് കയറി വോട്ട് ഇടണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എന്ത് കമൻറ്റും നമുക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാവുന്നതാണ്. നല്ല നല്ല കമൻറ്റിലൊക്കെ ആണെങ്കിൽ ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കമൻറ്റും, ബാഡ് കമൻറ്റ്, നല്ല കമൻറ്റിൽ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായങ്ങളും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നവരെ കുറിച്ച് മാത്രമേ പറയുക, അല്ലാതെ വെറുതെ ഗെയിം കളിക്കാത്ത അങ്ങനെയാണ് എന്ന് പറയല്. സോ നമുക്ക് അടുത്ത ശ്രീധുവിൻ്റെ അടുത്തേക്ക് പോവാം. ശ്രീധു ഏറ്റവും അവസാനം പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തേക്ക് ശ്രീധു മാറിയിരിക്കുന്നുണ്ട്. 8ാം സ്ഥാനത്തേക്കാണ് ശ്രീധു പിന്തള്ളിയിരിക്കുന്നത്. ഏറ്റവും അവസാനം 8ാം സ്ഥാനം നോറയായിരുന്നു. നോറയിൽ നിന്നും അടുത്തൊരു വോട്ടിംഗ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും 8ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് വേറെ ആരുമല്ല, ശ്രീധുവാണ്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീധു ഒന്നും യാതൊരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ശ്രീധു ഒരു കോംബോയുടെ ബലത്തിൽ മാത്രം നിൽക്കുന്നത്. നോറ പക്ഷേ അങ്ങനെയല്ല. നോറ കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്ത് നിൽക്കുന്ന നോറയാണ്. അതുകൊണ്ട് തന്നെയാണ് നോറ നിങ്ങൾ വോട്ടിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് വിശ്വാസം. അങ്ങനെ നോറ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് കൊള്ളാം. പക്ഷേ ശ്രീധു പുറകോട്ട് പോയതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമമോ കാര്യങ്ങളോ സങ്കടങ്ങളോ അല്ലെങ്കിൽ ശ്രീധുവിനെ മുന്നോട്ട് കൊണ്ടുവരണമോ എന്നും ഞാൻ പറയില്ല. കാരണം വെറും ഒരു കോംബോയുടെ ബലത്ത് മാത്രമാണ് ഇവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്തു വിടുന്നില്ല. ഇവർ ഗെയിമോ കാര്യങ്ങളോ ഒന്നും എല്ലാം ഭയങ്കര വീക്കാണ്. ഇവർ പരസ്പരം പൊസസീവ്നെസ്സും, ഇപ്പം ജിൻഡോ, ജാസ്മിൻ, അതുപോലെ ശ്രീധു, ഓപ്പോസിറ്റ് അർജുൻ, ഗബ്രി, വേറൊരാൾ. പക്ഷേ ജിൻഡോ മാത്രമാണ് ജയിക്കണമെന്ന് വേണ്ടി കളിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും അവർക്ക് വേണ്ടപ്പെട്ടത് അത്ര പ്രിയപ്പെട്ടവരും ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചെറിയൊരു സോഫ്റ്റ് കോർണറിൽ നിൽക്കുമ്പോൾ ജിൻഡോ എന്ന വ്യക്തി ഒറ്റയ്ക്ക് കിടന്നൊക്കെയാണ് ഓരോ ഗെയിം കളിച്ച് അന്ന് തോറ്റത്. അതാണ് ഞാൻ കണ്ട കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഞാൻ പറയണത്, നമ്മൾ ഈ ഒരു കോംബോയുടെ ബലത്തിൽ മാത്രമാണ് ശ്രീധു നിൽക്കുന്നത്. ഈ കോംബോ ഇല്ലെങ്കിൽ ശ്രീധു ഇല്ല. അതാണ് സംഭവം. ഈ സത്യം പറഞ്ഞാൽ കോംബോ ഇല്ലാതെ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ കോംബോ ഉള്ളത് ബെറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-200 ദിവസം വരെ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേ അവർക്കൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. വെറുതെ നിൽക്കുക. നമുക്കൊരു കോംബോ ഉണ്ട്, അത് കൊച്ചു പിള്ളേർ വീഡിയോ ഇടുന്നു, ഷോർട്സ് ഇടുന്നു. ഇന്നലെ തന്നെ കണ്ടില്ല, ഇന്നലെ എഴുത്തായിരുന്നു. ഇന്നലെ എഴുത്തിൽ നോറ ഈ പുള്ളിക്കാരുടെ കുറുക്കിൽ വെച്ചാണ് എഴുതിയത്. എന്തോ നമ്മൾ അക്ഷരങ്ങൾ എഴുതി ലാസ്റ്റ് അങ്ങനെ എഴുതുമല്ലോ അത്. അപ്പോഴത്തേക്ക് അതൊക്കെ വീഡിയോ ആക്കിയിട്ടുണ്ട്. അർജുൻ്റെ മുണ്ടേ അർജുന് അങ്ങനെയൊക്കെ. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർജുനും ശ്രീധുവും പ്രണയത്തിലാണ് എന്ന് ഇവർ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ ഈ വീഡിയോസ് കണ്ട്, ഷോർട്സും കണ്ട്, പിന്നെ ഈ കൊച്ചു വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തർക്ക് എഡിറ്റ് ചെയ്യണത് കണ്ടിട്ട് ഇവരൊക്കെയാണ് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നത്, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഇവർ തമ്മിൽ പ്രണയത്തിലാണ്, ഇവർ തമ്മിൽ കൊള്ളാം, ഇവരെ ജോഡി കൊള്ളാം, ഇവർ പ്രണയത്തിലാണ്, ഇവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇന്നേ അവർ പരസ്പരം പറഞ്ഞിട്ട്. ഇപ്പോൾ ജാസ്മിൻ ഗബ്രി എടുത്താലും മനസ്സിലാവും. ജാസ്മിൻ ഗബ്രിയും പറയുന്നത്, നീ എൻ്റെ കാമുകിയല്ല, പക്ഷേ നീ എനിക്ക് അതിനും കാട്ടി ഉപരിയാണ്, ഇങ്ങനെയാണ് ചേനയാണെന്നാണ് ഗബ്രി മണിയൻ പറഞ്ഞത്. അങ്ങനത്തെ ബാഗ് പിടിച്ചാണ് എല്ലാവർക്കും മനസ്സിലാവാത്തത്. അതേ ബാഗ് തന്നെയാണ് ഇവരെ കോമ്പോയിലും. ഇവരും പറയുന്നുണ്ട്, ഇവർ പരസ്പരം ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, യാതൊരു തരത്തിലുള്ള ഒരു പ്രണയിനിയോ അല്ലെങ്കിൽ ലവറോ അങ്ങനെ ഒന്നുമല്ല എന്ന് ഇവർ തന്നെയാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം. സോ ഗൈസ്, അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വോട്ട് നൗ ചെയ്യാൻ. അല്ലാതെ വെറുതെ ചുമ്മാ നടന്നിട്ട് ശ്രീധുവിന് വോട്ടിട്ടിട്ട് നിങ്ങൾ ഗ്രാൻഡ് ഫിനാലെ കൊണ്ടെത്തിച്ചാലും നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീധു എന്ത് ഗെയിം കളിച്ചു എന്ന് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീധു ഒരു ഗെയിമും കളിച്ചിട്ടില്ല. ശ്രീധു എന്ത് നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീധു ഈ നിമിഷം വരെ ശ്രീധു നിൽക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഗെയിം കാര്യങ്ങളൊന്നുമില്ല. ആ കോംബോ, ഇപ്പോൾ നമ്മളൊരു ബെറോട്ട വാങ്ങുമ്പം ഒരു ബീഫ് ഫ്രീ, അപ്പോൾ അതൊരു കോംബോ അല്ലേ. അപ്പോൾ ഈ ബെറോട്ടയും ബീഫും എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഈ ബെറോട്ടയും ബീഫിന് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവർക്ക് പ്രണയിക്കണമെങ്കിൽ അവർ പരസ്പരം തുറന്ന് പറയണ്ടേ. അതുപോലെയാണ് ഈ ശ്രീധു അർജുൻ നല്ലൊരു കോംബോയാണ്. പക്ഷേ ഇവർ പരസ്പരം പറയുന്നില്ലല്ലോ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുമെന്നോ. അങ്ങനെ പറഞ്ഞെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെ ആകെ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞ ഒരു വ്യക്തി വേറെ ആരുമില്ല, പേളി ശ്രീനിഷ്. എൻ്റെ മോനെ, ഇപ്പോൾ രണ്ടുപേരും സത്യത്തിൽ യഥാർത്ഥ ഒരു കോംബോ. ഇവർ രണ്ടുപേരും കറക്റ്റ് പറഞ്ഞായിരുന്നു. ലാലേട്ടനടുത്ത് പറഞ്ഞായിരുന്നു, ലാലേട്ടൻ വീട്ടിൽ പറയണം എനിക്ക് ശ്രീനിഷിനെ ഇഷ്ടമാണ്, ശ്രീനിഷിന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ശ്രീനിഷ് അതുപോലെ പറഞ്ഞു, ലാലേട്ടൻ എനിക്ക് പേളി മണി ഇഷ്ടമാണ്. അവർ പരസ്പരം ഉമ്മം കൊടുത്തു ഗൈസ്. അതുവരെ അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ അതൊക്കെ വന്നപ്പോഴത്തേക്ക് ഗെയിമോ അതൊക്കെ ഒരുപാട് പേര് അതിനെ വളച്ചൊടിച്ച് അത് ഗെയിമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പേളി മണി അങ്ങനെ സെക്കൻഡ് റണ്ണറപ്പായി. അതിന് മുന്നേ ശ്രീനിഷ് പോയപ്പോഴും പറഞ്ഞ് ഞാൻ പുറത്ത് കാത്തിരിക്കും. അങ്ങനെ ശ്രീനിഷ് കാത്തിരുന്നു. അവർ കല്യാണം കഴിച്ച് അവരങ്ങനെ യൂട്യൂബിലൂടെ അവരുടെ ജീവിത ദാമ്പത്യങ്ങളെല്ലാം പുറത്ത് പറയുന്നുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട്. അവരെ കുഞ്ഞു ഫാമിലി, നല്ല രസമുള്ള ഫാമിലി. കാര്യം അവർ റിവീൽ ചെയ്തു, അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. കാര്യം അവർ പറഞ്ഞു നമ്മൾ പ്രണയത്തിലാണ്. അത് ഇന്നേ വരെ ശ്രീധുവോ അർജുനോ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നീയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനിടയിൽ. ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് എന്നെ പറഞ്ഞില്ലേ,
ശ്രീതു നീ എന്തോ ഗെയിം കളിക്കാൻ വന്നത്, നീ എന്തിനു വന്നത്, നീ ജിൻഡോയെ കണ്ട് പാറ് അവൻ്റെ ഗെയിം പാറ് ഒറ്റയ്ക്ക് നിന്ന്. അപ്പോഴത്തേക്ക് ജിൻഡോയെ പാറെന്ന് പറഞ്ഞപ്പം ശ്രീതു പറഞ്ഞു അയ്യ അതെപ്പിടി അമ്മ അവൾ വന്ന് കള്ളം പോയി. പിന്നെ അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഇപ്പിണിയില്ല അപ്പടി ഇപ്പിടി എന്ന് പറയുമ്പം അത് തന്നെ ഗെയിം അപ്പടിതാ അവൻ ഗെയിം കളിക്കുന്ന ഗെയിം കളി നീ, അല്ലാതെ രാത്രി അപ്പടി ഇപ്പടി പോയി കിടക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീധുവിനെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം അത് ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കുറേ എഡിറ്റ് ചെയ്യണ കുറേമാർക്കൊന്നും ഇഷ്ടപ്പെടാതെ അവന്മാരെ കിടന്ന് വീഴുന്നുണ്ടായിരുന്നു. അയ്യോ ശ്രീജൻ പോയി അന്ന് കണ്ണീര് മഴയായിരുന്നു കൊച്ചു പിള്ളേർക്കെല്ലാം. ഞാൻ പറയണ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ കോംബോ കൊണ്ട് ഇവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഒരു ബെനിഫിറ്റ്. പിന്നെ 10 പേര് അറിയാം അവരെ കോംബോയാണ് വർക്കായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ കോംബോ വർക്കായെങ്കിൽ എന്ത് ചെയ്യണം, ഇവർ പ്രൊസീഡ് ചെയ്ത് ഗെയിം കൺട്രീസ് അവർ പറഞ്ഞോളാം ഇഷ്ടമാണ്, ഇത് പറയയില്ല ഉമ്മ കിടന്നിട്ട് കണ്ണ് ഇവർ രണ്ടുപേരും കൂടെ പോയി അവിടെ പോയി ഇരുന്ന് സംസാരിക്കും, അവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കും കുറച്ച് കാര്യങ്ങൾ. ഇത് ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഫൈനലിൽ ലാസ്റ്റ് ആകുമ്പോൾ അർജുനും ശ്രീതും ഇങ്ങനെ വരും. അപ്പോൾ പറയും നിങ്ങൾ രണ്ടുപേരും ലാസ്റ്റ് നിൽക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും പറഞ്ഞാൽ കൊള്ളാം. ഇത് അവർ പറയില്ല തമിഴ് മലയാളി തമിഴ് പൊണ്ടാട്ടി മലയാളി പയ്യ തമിഴ് പൊണ്ടാട്ടി അയ്യോ ഇമാതിരി വെറുപ്പിക്കൽ ഭയങ്കര വെറുപ്പിക്കൽ. രണ്ടും കൂടെ കിടന്നിട്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പറ ഒന്ന് തുറന്ന് ഇത് രണ്ടും പറയൂല, പറയാതിരുന്ന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 ് നമ്മളെ പ്രേക്ഷകരെ പറ്റിക്കാൻ നോക്കുന്നത്. പക്ഷേ പ്രേക്ഷകരെ പറ്റിക്കാം, ജനങ്ങളെ പറ്റിക്കാം, ഈ AR ആകാശിനെ പറ്റിക്കാം ശ്രീധുവിനും പറ്റില്ല, അർജുനും പറ്റില്ല. സത്യങ്ങൾ വിളിച്ച് പറയാനുള്ളതാണ്, സത്യങ്ങൾ ചവിട്ടി തുറക്കാനുള്ളതാണ്, സത്യങ്ങൾ മൂടി വയ്ക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആകാശിൻ്റെ മുന്നേറ്റം, ആകാശിൻ്റെ പടയോട്ടം. അയ്യോ ഞാനില്ലല്ലോ ഇതിൽ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ അർജുനും ശ്രീധുവും ഒക്കെ മുന്നോട്ട് വന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ പരസ്പരം ആ ഒരു ഗെയിം തന്നെ, ആ ഒരു പാറ്റേൺ തന്നെ. പിന്നെ ചില സമയത്തൊക്കെ ശ്രീധു പറയും അയ്യോ സിജോ എന്നെ കാട്ടു തീ എന്ന് വന്ന് സൊന്നാണ് ഒരു കാട്ടു തീയും ഇല്ലേ, ഈ സിജോ തിരിച്ചടിച്ച് തീരാന്ന് പ്രശ്നമുള്ളൂ, നീ ഒരു കോംബോയിൽ തന്നെ നിൽക്കണേ അല്ലാതെ വേറെ ഒന്നുമേ ഇല്ലെന്ന് പറയാൻ പൊട്ടാവേ. നെക്സ്റ്റ് നമുക്ക് അവരെ കോംബോകൾ ഒന്നിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അർജുനും ശ്രീധുനും. അർജുൻ 4ാം സ്ഥാനമാണ്, 2,22,340 ചോട്ടാണ്. ആർക്കാണ് നിങ്ങൾ വോട്ടിട്ട് എന്ന് കമൻറ്റ് ചെയ്യണം, മസ്റ്റ് കമൻറ്റാണ്. ഈ ഇഷ്ടംപോലെ അർജുൻ ഫാൻസൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ശ്രീധു ഫാൻസൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നേ വരെ കമൻറ്റ് ബോക്സിൽ അപൂർവമായിട്ടാണ് കമൻറ്റുകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ ജാസ്മിൻ ജിൻഡോ, പിന്നെ ജിൻഡോ സിജോയൊക്കെ മഴ പോലെ വന്ന് ഏറ്റവും കൂടുതലും ജാസ്മിൻ ജിൻഡോയാണ് എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് കമൻറ്റ് സെക്ഷനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജാസ്മിൻ ജിൻഡോ അങ്ങനെ. സോ ഗൈസ് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ അർജുൻ ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഗെയിം. സോ ഗൈസ് എൻ്റെ താക്കോൽ കളഞ്ഞില്ല നോക്കാൻ വേണ്ടി അങ്ങനെയാണ് നോക്കിയാണ്, ലാപ്പിൻ്റെ അടുത്താണ് താക്കോൽ ഇവിടെ നോക്കിയിട്ട്. ഓക്കെ ഗൈസ് താക്കോൽ എടുത്ത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഇടാം. എടാ ഈ അർജുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചെങ്കിൽ പുള്ളിക്കാരൻ ഒരു ഗെയിമർ ആയിരുന്നേനെ. പക്ഷേ ഒരു കോംബോ വന്നതിന് ശേഷം ആ ഗെയിമർ അല്ല. നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേടാം. പലരും പറഞ്ഞിട്ടില്ല നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നേടാൻ പറ്റില്ല. അപ്പോൾ ചിലർ വന്നു വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ല നമുക്ക് ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നേടാം. പക്ഷേ ഈ ടീമായിട്ട് നിന്ന് നേടിയാലും അവസാനം ഒരാൾക്ക് മാത്രമേ കപ്പുള്ളൂ. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അവസാനം ഈ 50 ലക്ഷം എന്നുള്ളത് ഒരാൾക്കുള്ളൂ. ഇപ്പോൾ അർജുൻ ശ്രീധു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇവരിൽ ആരെങ്കിലും ഒരാൾ കപ്പടിക്കും. അങ്ങനെ കപ്പടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവർ അങ്ങനത്തെ ഒരു കോംബോയാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു കോംബോയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവർ തമ്മിൽ ആരെങ്കിലും ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവർ തമ്മിൽ ഒരാൾ കപ്പടിച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ ചെയ്യും 25 ലക്ഷം രൂപ നിനക്ക് 25 ലക്ഷം രൂപ എനിക്ക് എന്ന് പറഞ്ഞ് ഇവർക്ക് പിരിയാവുന്നേ ഉള്ളൂ. കാര്യം അതും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇവർ തമ്മിലെ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ആ കോംബോ കൊണ്ടുപോകാം. പക്ഷേ ഇവർ ആ കോംബോ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവർ നേരെ ചെയ്യുന്നില്ല. ഇഷ്ടത്തിലാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിലല്ല എന്ന് പറയുന്നു. ഇവർ തമ്മിൽ പ്രണയമാണെന്ന് വെച്ചാൽ അതുമല്ല. ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇഷ്ടത്തിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നു എന്ന് നമ്മൾ പറയില്ല. അങ്ങനത്തെ നിൽക്കുന്ന 2 യുവമിഥുനങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. നമ്മൾ വെറുതെ കിടന്ന് വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് വെച്ചാൽ വോട്ട് ചെയ്യുമ്പം ജെന്യൂനായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിനകത്ത് ജെന്യൂൻ ആരുമില്ല. എന്നാൽ ഒന്നുമില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് കളിക്കുന്നവരെ മാത്രം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് കളിക്കുന്ന ആകെ ജിൻഡോ, ജാസ്മിൻ, പിന്നെ ജിൻഡോ, ജാസ്മിനും നോറയുണ്ട്. ഇവർ 3 പേരുമാണ് എൻ്റെ അറിവിൽ ഒറ്റയ്ക്ക് കളിക്കുന്നത്. വേറെ ആരും എൻ്റെ അറിവിൽ ഒറ്റയ്ക്ക് ഇന്നേ വരെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് കളിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം
ഒന്നുമില്ലായ്മയിൽ നിന്നും അവർക്കറിയാം ഒറ്റയ്ക്ക് നിന്നാലും നമുക്ക് പലതും നേടാൻ പറ്റുമെന്ന്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി അവരെ കരഞ്ഞ് അവരെ എന്ന് വെച്ചാൽ അവരൊരു ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് അവർ നിൽക്കുന്നത് കൂടുതലും. പക്ഷേ മറ്റേന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്നാണ് അവർ ഗെയിം കളിക്കുന്നത്. അപ്പോൾ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഗൈസ്, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അർജുൻ ടോപ്പ് 5 വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അർജുൻ ഇല്ലെങ്കിൽ ശ്രീതു. ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ മസ്റ്റാണ്. അതിൽ ആരും മാറ്റില്ല, ഉറപ്പാണ്. ഇവർ 2 ആരെങ്കിലും ഒരാൾ വരും. പക്ഷേ 2 പേര് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവർ 2 പേരും വരില്ല, ഉറപ്പാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും വരും. ഒന്നെങ്കിൽ അർജുൻ ഇല്ലെങ്കിൽ ശ്രീതു എന്തായാലും വരും. അത് യാതൊരു മാറ്റമില്ല. ടോപ്പ് 5ൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരുടെ ഫാൻ ബേസ് വെച്ച് ഒരാളെ കൊണ്ടുവരാനേ ഇവർക്ക് പറ്റുള്ളൂ. 2 പേരെ ഒരേ സമയം വോട്ടിട്ട് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഫാൻ ബേസ് ഇവർ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവർ 2 പേരിലും ഒരാൾക്ക് വരാമെന്നുള്ള ഫുൾ ഓപ്പർച്യൂണിറ്റി ഇവരുടെ കയ്യിലുണ്ട്. അത് എന്തായാലും നടക്കട്ടെ. ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അല്ലാതെ 2 പേർക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറി വരില്ല. കാര്യം അത്രത്തോളം ഫാൻ ബേസുകൾ സൃഷ്ടിച്ചില്ല. ഇവരെ കോംബോ വർക്കായി എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ തമ്മിൽ നല്ലൊരു ഗെയിമറാണോ നല്ല കണ്ടൻറ്റ് ക്രിയേറ്ററാണോ അന്ന് ഇവർ കോംബോ വർക്കായി. ഈ കോംബോ ഇവർ പോലും അറിയാതെ തന്നെ പുറത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ പോകുന്നു. അങ്ങനെ പോകുന്നു. അങ്ങനത്തെ ഒരു കോംബോ വർക്കായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരൊരു ഗെയിമർ എന്ന് ആരും വിശേഷിപ്പിക്കുന്നില്ല. അപ്പോഴത്തേക്കും ഇവരുടെ ഫാൻ ബേസിലുള്ളവർ തന്നെ ഫാൻ ബേസിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ഒന്ന് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്ത് ഇവരെ ഫസ്റ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവരെ ഫസ്റ്റ് ആക്കി ഇപ്പോൾ കപ്പ് കൊടുക്കുക എന്നുള്ള ഒരു പാറ്റേൺ ഇല്ല. കാര്യം ഇവരിൽ ആർക്കും ഒരൊറ്റ ആൾ ഞാൻ ഇപ്പോഴും പറയുന്നതായിരുന്നു വെച്ചാൽ ടോപ്പ് 5ൽ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരൊറ്റ മനുഷ്യൻ മാത്രമേ വരുള്ളൂ. അത് പക്കയാണ്. നിങ്ങളല്ലെങ്കിൽ എഴുതി വെച്ചു, ഞാൻ പറയുന്ന കാര്യമാണ്. കാര്യം ഇവർ 2 പേര് ഫാൻ ബേസ് വെച്ച് ആർക്കും ഒരാൾക്ക് മാത്രമേ ഒരു വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതിൽ ഉറപ്പ് കാര്യങ്ങളാണ്. അല്ലാതെ 2 പേരെ മുന്നോട്ട് കൊണ്ടുവരും എന്ന് നമ്മൾ എന്ന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമില്ല. 2 പേര് മുന്നോട്ട് അങ്ങനെ വരെയൊന്നുമില്ല. അതെങ്ങനെ വരുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ വരെയില്ല, ഉറപ്പാണ്. ആരെങ്കിലും ഒരാൾ വന്നാൽ അത്രയാണ്. അല്ലാതെ 2 പേര് വരുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അങ്ങനെ വരെയില്ല, അങ്ങനെ സംഭവിക്കില്ലല്ലോ. നിങ്ങളെല്ലാം ചിന്തിക്കുക. ഇവർ 2 പേരും ആകെ ഒരു കോംബോ മാത്രമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇവർ യാതൊരു തരത്തിലുള്ള ഗെയിമോ കാര്യങ്ങളൊന്നും അല്ല. ഇവരൊരു കോംബോ മാത്രമാണ് ഇവരും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കോംബോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പോഴും നിലനിന്ന് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ഗൈസ്, നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ നമ്മളാദ്യം നല്ലൊരു കോംബോ മുന്നോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ഇങ്ങനെ പോകും. പക്ഷേ കപ്പടിക്കാൻ പറ്റില്ല. ഇവരിലാരെങ്കിലും ഒരാൾ പോകും. കപ്പടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കപ്പും ഇല്ല. കപ്പ് കിട്ടുമെന്ന് വെച്ചാൽ കപ്പ് കിട്ടില്ല, ഉറപ്പാണ്. പിന്നെ ചുമ്മാ ഇങ്ങനെ പോകാം. സോ ഗൈസ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് വേറെ ആരും ആകാശ്. കറക്റ്റ് സത്യസന്ധമായി ജനകീയമായി നടന്നൊരു കിടുക്ക ചാനലാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മുന്നോട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ ഗൈസ്, നമുക്ക് അടുത്ത വിളിക്കണം വരേക്കും ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ അടുത്ത് വിളിക്കണം വരേക്കും ബൈ. സോ ഗൈസ്, നിങ്ങളുടെ ചെറുതും വലുതും എന്ത് കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം. പിന്നെ നിങ്ങൾക്ക് ആരാണ് ഇഷ്ടപ്പെടുക അവർക്ക് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അടുത്ത് വിളിക്കാൻ ബൈ. ആകാശ് സുബായ് അല്ലല്ലോ, സുബായ്.